യെശയ്യാവ് 9:3 നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണടയ്ക്കട്ടെ. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ വചനം സംസാരിക്കുവാൻ അടിയന് കൃപ തരണമേന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മാനുഷ്യമായ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് ഒരു വാക്ക് പോലും വേണ്ട. അവിടുന്ന് ഏത് ആത്മാവിലാണോ എഴുതിയത് അതേ ആത്മാവിൽ ശുശ്രൂഷിക്കാനുള്ള കൃപയും ജ്ഞാനവും പരിജ്ഞാനവും വെളിപ്പാടും ദൈവം തരുന്നതിനെ ഓർത്ത് സ്തോത്ര. വചനങ്ങളുടെ മർമ്മങ്ങൾ ആഴങ്ങൾ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണം. വചനത്തിന് വിരോധമായി കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന ദുഷ്ടൻ്റെ തീയമ്പുകളെ ഞാൻ സ്വർലോകത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ഭർഷിച്ചു മാറ്റുകയാണ്. അത്ഭുതം ചെയ്യണം. തിരക്തത്താൽ അടിയനെ കൈ ശുദ്ധീകരിച്ച് ജ്ഞാനത്താൽ വിശുദ്ധിയിലും വേർപാടിലും കർത്താവെ കൃപയിലും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഇന്ന് തന്നിൽ നിന്ന് വരുന്ന ശബ്ദം മാനുഷ്യമായ ശബ്ദമല്ല. തൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് ഒരു വാക്ക് പോലും വരല്. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ ഇത് തൻ്റെ മക്കൾക്ക് വളരെ അനുഗ്രഹമായിരിക്കണം. എന്നിലൂടെ കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും കേൾക്കുന്ന യൂട്യൂബ് ചാനലിലൂടെ അനേകം മക്കൾ തിരുവനന്തപുരം ജില്ല മാത്രമല്ല പല സ്റ്റേറ്റുകളിലും പല ലോക രാഷ്ട്രങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഇത് സംഭവിക്കത്തക്ക വണ്ണം വലിയ വിടുതലുകൾ സംഭവിക്കത്തക്ക വണ്ണം ഒരു മാറ്റം കിട്ടാതെ 2023 എനിക്ക് ഒരു മാറ്റവുമില്ല, ഒരു മാറ്റമില്ല അങ്ങനെ പറയുന്നവർക്ക് 2024 ദൈവം മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു. ഒരു വിടുതൽ തുടക്കം കുറിക്കുന്നു. ദൈവ സകലത്തിന്റെ മേൽ ഒരു അത്ഭുതം ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ ഒരു വർധന ഒരു വീര്യ പ്രവൃത്തി സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു സന്തോഷം, ഒരു സാധാ സന്തോഷമല്ല, കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും ആമേ അനുഗ്രഹിക്കണം. ഇന്ന് ഞങ്ങള് ദൈവമേ ദൂതിന്റെ ഈ വചനത്തിന്, ഈ വർഷത്തെ സഭയുടെ വാഗ്ദത്ത വചനത്തിന്റെ കൊള്ള പങ്കിടാൻ പോവുകയാണ്. കൊള്ള പങ്കിടുമ്പോ മുറിഞ്ഞപാലം ശാലോം പ്രയത്ന വിശ്വാസികൾ മാത്രമല്ല, സകലവരും എല്ലാ ദൈവമക്കളും ഈ ശബ്ദം കേൾക്കുന്ന ഏത് രാജ്യത്തിലുള്ളവരായാലും അവരുടെ മേൽ ഇത് വന്ന് വീഴട്ടെ, അവരുടെ മേൽ വന്ന് വീഴട്ടെ. സാമ്പത്തിക മേഖലയിൽ ബന്ധിക്കപ്പെട്ടവരുടെ മേൽ ഒരത്ഭുതം സംഭവിക്കട്ടെ. സാമ്പത്തിക കുരുക്ക് അനുഭവിക്കുന്ന ശത്രു ബന്ധിച്ച ചില കെട്ടിന്റെ മേൽ കെട്ട് പൊട്ടി വരത്തക്ക വണ്ണം, നന്മകൾ കടന്നു വരത്തക്ക വണ്ണം ഒരു ദൈവത്തിന്റെ വീര്യ പ്രവൃത്തി തന്റെ മക്കളുടെ മേൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും അധ്യക്ഷനായിരിക്കണം. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും സകലവരെയും ശബ്ദം കേൾക്കുന്ന അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിനെ ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, ചാനലിലൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും വളരെ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ മാത്രമല്ല പല സ്റ്റേറ്റുകളായിരിക്കുന്നവർ, പല ദേശത്തായിരിക്കുന്നവർ, പ്രത്യേകിച്ചും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വർഷം നമുക്ക് ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കാം. ദൈവമക്കളെ, ഇത് നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിരിക്കും. അനേകം മക്കൾ ഇന്ന് ഹല്ലേലൂയ ദൈവഭാഗത്ത് ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് തന്നിരിക്കുന്ന ദൈവം തരുന്ന ആത്മീയ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഇനിയും തുടർന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനായി, ദൈവത്തിൻ്റെ തേജസ്സിനായി, നമുക്ക് ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തിക്കായി നമുക്ക് പ്രവർത്തിക്കാം, ഒരുമിച്ച് നിൽക്കാം. അനുഗ്രഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനം ഞാൻ ഒന്നുകൂടെ പറയുന്നു. നമുക്ക് ഈ സഭയുടെ വലിയൊരു വാഗ്ദത്ത വചനമാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ ഭൂമിയുടെ 4 വൻകരയിലും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാർത്ഥന ഉണ്ടായിരിക്കുക. ഇത് കൊള്ള പങ്കിടാൻ പോകുകയാണ്. കണ്ണുനീരോടെ കരയണം.
പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. വാകളെ തുറന്നോണം, പിടിക്കേണ്ടവർ പിടിച്ചോണം, അടങ്ങിയിരിക്കരുത്. കൊള്ള പൊട്ടിക്കുമ്പോൾ ആ കൊള്ളയിൽ എൻ്റെയും കരം വരണം. കൊള്ള പൊട്ടിക്കുമ്പോൾ എൻ്റെയും കരം അവിടെ വന്ന് വീഴണം. ആ കൊള്ളയിലോട്ട് കർത്താവേ ശത്രു മോട്ടിച്ചുകൊണ്ട് പെയ്യത്, പിശാച് മോട്ടിച്ചുകൊണ്ട് പെയ്യത്, അതിനെ പിടിച്ചെടുക്കുക. 2024 ഞാൻ പിടിച്ചെടുക്ക. കാര്യമെന്താ? എന്റെ ദൈവം വലിയവനാണ്, എന്റെ ദൈവം സർവശക്തനോ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനോ, എന്റെ യേശു വലിയവനോ. യെസ്. റിബലധനവ ശംധല ബൗഡവ രാജപദീനി അസ്തൽ പ്രൗഢവ രാജപദീന രഗനെ വൈഡ ധീന രീഗ വൈഡ മാന ധീന പ്രൗഢവ രംധല ബൗഡവ രാജപദീനി അസ്തൽ പ്രൗഢവ രാജപദീന രഗനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്ത വചനം ആമേൻ നിങ്ങളുടെ മനസ്സിൽ കാണാതെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന മാത്രമല്ല ദൈവമക്കളെ, ഇതിലൂടെ കേൾക്കുന്ന സകലവരും ഈ വാഗ്ദത്ത വചനം പഠിച്ചു വയ്ക്കണം. യെശയ്യാവ് 9:3 നമ്മുടെ സഭയുടെ വാഗ്ദത്ത വചനം. മറക്കരുത്. അത് നമ്മൾ അവസാനത്തോളം പിടിച്ചോളണം. കർത്താവിൻ്റെ വരവോളം മുറുകെ പിടിച്ചോളണം. കാര്യമെന്താ? അതിനകത്തൊരു അനുഗ്രഹമുണ്ട്. നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെയാകുന്നു. ആമേ, ഹല്ലേലൂയ. അത് പറഞ്ഞിട്ടേ കിടക്കാവൂ, അത് പറഞ്ഞിട്ടേ പുറത്ത് പോകാവൂ. കാര്യമെന്താണ്? ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. ആമേ, നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. നിന്നെ പിടിച്ചിരുന്ന കൂട്ടുകാരല്ല, നിന്റെ സ്നേഹിതനല്ല, നിന്റെ ബന്ധുക്കളല്ല. 2024 നിന്റെ കരം പിടിച്ചിരിക്കുന്നത് നിന്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തു തന്നെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാ? നിന്റെ വീണ്ടെടുപ്പൻ ആരാ? എൻ്റെ യേശുവാ, നസറന യേശുവാ, എൻ്റെ യേശുവാ. സമ്മതിച്ചുകൊണ്ട് ഒന്ന് കരമടിച്ച് യേശുവിനായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു കർത്താവേ, ഞാൻ സമ്മതിക്കുന്നു, അത് സമ്മതിക്കുന്നു. എൻ്റെ യേശുവാ, എൻ്റെ യേശുവാ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു യേശു. നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിന്നെ കൂട്ടുവാൻ, നിന്നെ കരം പിടിക്കുവാ എന്റെ കർത്താവ് 24 ആമേ വന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ. ആമേ, ഭയങ്കര വർധനയെ കുറിച്ച് പ്രസംഗിച്ചു. വർധന അറിയാം, നമ്മൾ ഏതെല്ലാം രീതിയിൽ വർദ്ധിക്കുമെന്ന് അല്ലേ? അബ്രഹാമിൻ്റെ അനുഗ്രഹം ഏതെല്ലാം രീതിയിൽ പടരുമെന്ന് നമ്മൾ പഠിച്ചു. കൊയ്ത്ത് എവിടെയാണ് കൊയ്യേണ്ടത്? വയലിൽ. ആ വയലിൽ, എല്ലാ വയലും നമുക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാ വയലും നമ്മുടേതല്ല. ദൈവത്തിൻ്റെ വയൽ പ്രത്യേകിച്ച് വേർതിരിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതാണ് യഥാർത്ഥ വയൽ. മറക്കരുത്. ഏത് വയലെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പലരും പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കുമ്പോൾ എന്നെ ഒരുപാട് പേര് പല വിഭാഗക്കാർ വിളിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു ഫോട്ടോയുടെ മുമ്പേ പ്രാർത്ഥിക്കരുത്, ഒരു കുരിശിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കരുത്. കാര്യമെന്താ? ഇന്നലെ വരെ ഒരു കുരിശിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു, ഒരു ഫോട്ടോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. പ്രയോജനമുണ്ടോ? ഇല്ല പാസ്റ്റേ. കുടുംബങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ വിവാഹം 32 വയസ്സ് 38 വയസ്സ്, കുഞ്ഞുങ്ങളില്ല, വർഷങ്ങളുള്ള കുഞ്ഞുങ്ങളില്ല. എന്തുകൊണ്ട് ഇതൊക്കെ അടുത്ത് ചെന്നിട്ട് അനുഗ്രഹം കിട്ടാത്തത്? ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആരാധനകളും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രാർത്ഥനകളും, ദൈവഹിതമില്ലാത്ത സകലതും ദൈവത്തിന് വെറുപ്പാണ്. വെറുപ്പുള്ളടുത്ത് നമ്മൾ ചെയ്താൽ നമ്മളെയും വെറുക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്താൽ ആര് വെറുക്കും? ദൈവം നമ്മയും വെറുക്കും. നമ്മൾ വെറുക്കാനല്ല നമ്മെ സൃഷ്ടിച്ചത്, സ്നേഹിക്കാനാണ്. യേശുവിൻ്റെ മകനായിട്ടാണ്. അതുകൊണ്ടാണ് ആമേ പറയുന്നത്, ദൈവത്തിന് ഇഷ്ടമായി എല്ലാ വയലും ദൈവത്തിൻ്റെ വയലല്ല. ദൈവത്തിൻ്റെ വയലെന്ന് പറയുന്നത്, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതാണ് യഥാർത്ഥ വയല്. ആരെങ്കിലും അങ്ങനെ ഇല്ല, ഇന്നലെ വരെ എങ്കിൽ ആ വയലിലേക്ക് നീ കയറിക്കോ.
ആ വയലിലേക്ക് നീ കയറിക്കോ. ആ 2024 കൊള്ള പങ്കിടുമ്പോ നീ വയലിലേക്ക് കയറിക്കോ. ദൈവം നിന്നെ പിടിച്ചു കയറ്റി നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി. ഈ വയൽ എനിക്ക് വേണം അപ്പാ, ഈ വയൽ എനിക്ക് വേണം യേശുവേ, എനിക്ക് യേശുവിന്റെ വയൽ വേണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ശമരിയക്കാരിയോട് പറഞ്ഞു, ആ മലയിലും ഈ മലയിലുമല്ല, ഓ എന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതാ യഥാർത്ഥ ആരാധന. അതാ വയല്, അതാ വയല്. എല്ലാ വയലും വയലല്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല. നമ്മൾ പിടിവിട്ട് കയറിയ വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. എനിക്ക് പുതിയൊരു സാധനം കിട്ടി, വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. ഈ വർഷം 2024 അങ്ങനെയാണ്. വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. നമ്മൾ വിട്ടുകൊടുത്താൽ, ഈ ചുടുതിൽ കണ്ടിട്ടുണ്ടോ, വിട്ടുകൊടുക്കും, ഇട്ടുപിടിക്കും. അതുപോലെ തീരണം നീ, ഒരു ഇഷ്ടിക പോലെ തീരണം. വിട്ടുകൊടുത്താൽ നീ വിട്ടുകൊടുത്താൽ ആമേ ഇട്ടെടുക്കുന്നൊരു ദൈവമുണ്ട്. അത് നസറനായ യേശു ക്രിസ്തുവാണ്. നിന്നെ വിട്ടുകൊടുത്താൽ ഒരു ദൂത് കൈമാറുന്നുണ്ട്. 2024 ദൈവം നിന്നെ വീണ്ടെടുക്കുന്നത് ചെയ്യും. വിട്ടുകൊടുത്താൽ ഇട്ടെടുക്കുന്ന ദൈവം. കറ്റയുടെ ഇടയിൽ നിന്നുകൊണ്ട് സ്വർഗം വലിച്ചിട്ട് വന്നു. നമ്മളൊക്കെ അധ്വാനിച്ച എത്ര, ഓടിയ എത്ര, അധ്വാനിച്ച ചുരുക്കം മാത്രം ദൈവ പൈതലേ. ദൈവം ചിലത് നിനക്ക് വേണ്ടി ഈ വർഷം വലിച്ചിട്ടാൽ തന്നാൽ മാത്രമേ, നിനക്ക് വേണ്ടി നിന്റെ ആരോഗ്യത്തെ വലിച്ചിട്ട് തരണം. നിന്റെ നന്മ, ആരോഗ്യം. എനിക്ക് ആരോഗ്യമില്ലെങ്കിൽ നീ ദൈവത്തോട് പ്രാർത്ഥിര്. എൻ്റെ കർത്താവേ, നിന്നെ ആരാധിക്കുവാ എനിക്ക് ആരോഗ്യം വേണം. കർത്താവേ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ കരമടിക്കുവാൻ വാ തുറക്കുക. എത്രയോ ദൈവ മക്കള് ഈ നമ്മൾ നോക്കുന്നുണ്ട്. ബാക്കിലോട്ട് നോക്കുമ്പോൾ മെഡിക്കൽ കോളേജും RCCയിലും ചിത്രയൊക്കെ പോകുമ്പോൾ, നിങ്ങൾ ഹോമിയോസാറ്റൊക്കെ പോകുന്നവരല്ലേ, നിങ്ങൾക്ക് എന്നെ കാട്ടിലും അകത്തറിയാലേ, ഒരു സ്പൂണ് വെള്ളം പോലും കറക്കാൻ കഴിയാതെ അല്ലേ, വായിൽ സ്പൂണ് കൊണ്ട് തുറന്ന് ആ വെള്ളം കുടിക്കാത്ത അനുഭവങ്ങൾ, ട്രിപ്പ് വഴി കയറ്റിയിട്ട് ഇറങ്ങാൻ പറ്റാത്ത അനുഭവങ്ങൾ കാണുമ്പോൾ എന്തുമാത്രം വേദന. ആ അനുഭവത്തിൽ പറ, എനിക്ക് ഈ വർഷം നിന്നെ ആരാധിക്കാൻ ആരോഗ്യം വേണം. വായികളെ തുറക്കുവാൻ എനിക്ക് കൃപ വേണം അപ്പാ. വാ തുറക്കണം. ആത്മീയയിൽ നിറയുന്നവനെ ഭൗതികത്തിൽ കൊണ്ടുപോകത്തുള്ളൂ. ഏവരും കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ വർഷം വരെ എൻ്റെ സ്തോത്ര കാഴ്ച നടന്നൊരു സംഭവമാണ്. ഞാൻ വലുത് കൊടുക്കും. വലുതെന്ന് പറഞ്ഞാൽ ഉള്ളതിലൊരു വലിയ നോട്ട്, ഇത്ര നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി. ഞാൻ മാത്രം വലുത് കൊടുത്തിട്ട്, സാധാരണ എൻ്റെ കുഞ്ഞുങ്ങൾ 10 രൂപയൊന്നും കൊടുക്കത്തില്ല. എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കൊക്കെ ഞാൻ കൊടുക്കുന്നത്, ഞാൻ വലുതെടുക്കുമായിരുന്നു. 23 വലിയ നോട്ട്, ഇപ്പം ഉള്ളതിൽ വലിയ നോട്ട് ഞാൻ എടുക്കും. ഞാൻ ആ സ്തോത്രം എൻ്റെ മക്കൾക്കൊക്കെ അതിൽ കുറഞ്ഞ് 10 കൂടി 100 മക്കൾക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ 23 വരെ അങ്ങനെ ചെയ്തു വന്നു. 10 രൂപയായിട്ട് തുടങ്ങിയതാ, ശരിക്കും 2 രൂപ തുടങ്ങിയതാണ്. കാര്യം വേണ്ടേ? അപ്പോൾ ഇങ്ങനെ കൊടുത്തു വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, ഇനി മുതൽ നീ ചെയ്യുമ്പോൾ എൻ്റെ മക്കൾ ചെയ്യണം, നിൻ്റെ ഭാര്യ ചെയ്യണം. ഞാൻ ഏറ്റെടുത്തു, കർത്താവെ സമ്മതിച്ചു. ഈ ആരംഭത്തിൽ തന്നെ ദൈവ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു തിരിച്ചൊരു മറുപടിയില്ല. അവിടെ പിന്നൊരു മറുപടിയില്ല. ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. കൃത്യമായിട്ട് ഞാൻ ഇടുന്നത് പോലെ തന്നെ വലിയൊരു നോട്ട് എൻ്റെ മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും. എൻ്റെ കുഞ്ഞ് വന്ദനയാണ്. വന്ദന ചെറുതെന്നും പറഞ്ഞുകൊണ്ട് ഒരു 10 നോട്ടോ 100 നോട്ടോ കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ചെയ്യും പോലെ തന്നെ എൻ്റെ മക്കളും ചെയ്യണം. കാര്യം എന്താണ്? ഒരു വർധന അതിൻ്റെ മേലുണ്ട്. ആമേ ഹല്ല തിരിച്ചു പിടിക്കണം. കഴിഞ്ഞ വർഷം ചെയ്തതിനെക്കാട്ടിലും ആത്മീയതയിൽ ആമേ ഹല്ലേലൂയ നമ്മൾ തിരിച്ചു പിടിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, നിൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വലുതെടുത്തുകൊട്, എന്നിട്ട് നിൻ്റെ കുഞ്ഞിൻ്റെ കൊടുത്ത ചേർന്ന് നീ എടുത്തിട്ട്. കാര്യം എന്താണ്? നിൻ്റെ കുഞ്ഞിലൂടെ വലിയൊരു അനുഗ്രഹം പ്രാപിക്കാൻ പോകുകയാണ്. നിൻ്റെ തലമുറയുടെ വലിയ അനുഗ്രഹം. അതാ നിൻ്റെ തലമുറയിലൊരു അനുഗ്രഹമുണ്ട്. എല്ലാം തിരിച്ചു പിടിക്കണം. എല്ലാം ആത്മീയമെല്ലാം തിരിച്ചു പിടിക്കണം. അങ്ങനെയാണെങ്കിൽ സകലത്തിലുമേൽ അനുഗ്രഹമായി തീർക്കുന്നതിനായ സ്തോത്രം. നമ്മൾ വായിച്ചത് ആമേ കൊയ്ത്തുകാലത്തിലെ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും, അടുത്ത് കൊള്ള പങ്കിടുമ്പോൾ
ആനന്ദിക്കുമ്പോൾ ഒന്ന് കരം അടിച്ച് ശക്തിയോടെ നാരായച്ചട്ടെ. കൊള്ള പങ്കിടുമ്പോൾ ഒരു സന്തോഷം, കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെ ആകുന്നു. 2024 പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പ്രവചിക്കുന്നു, നീ ആനന്ദിക്കുന്നത് കൊള്ള പങ്കിടും പോലെ. യേശുവിനെ ആരാധിക്കുമ്പോൾ കൊള്ള പങ്കിടും, കൊള്ള പങ്കിടും, പങ്കിടും, പങ്കിടും. നീ യേശുവിനെ രക്ഷണ സ്വീകരിക്കുമ്പോ, യേശുവിനെ രക്ഷണ സ്വീകരിക്കുമ്പോ 2024 നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുമ്പോ, ആമേ ഹാലിനെ കൊള്ള പങ്കിടുമ്പോ ആനന്ദിക്കും പോലെ ഒരു വലിയ കൊള്ള നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു കൊള്ളതെ ഒരുക്കുന്നുണ്ട്. വലിയൊരു കൊള്ള. കൊള്ള നിന്നെ ശത്രു അപകരിച്ചത്, ദുഷ്ടൻ മോട്ടിച്ചുകൊണ്ട് പെയ്യത്, സകലത്തെ മടക്കി വരുത്തുന്ന വർഷം 2024. ദൈവം നിന്റെ കയ്യിൽ വലിയൊരു കൊള്ള ദൈവം തരാൻ പോകുന്നതിനെ ഓർത്ത് പറ, ഈ കയ്യിൽ വരും, 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 വരും. ദൈവ പൈതലെ, ഇത്രയും പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഒരുക്കി ഇത്ര ദിവസത്തോളം കൊയ്ത്തും സന്തോഷവും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആത്മീയത നിറഞ്ഞു. സഭ 7 ദിവസം ഉപവസിച്ചു. എന്തിനാ? ആത്മീയത നിറയുവാൻ. ഒരു ദൂതുണ്ടായിരുന്നു, ദൈവശബ്ദം എനിക്കുണ്ടായിരുന്നു. ആമേ, പ്രത്യേകിച്ചും ദൈവശബ്ദം ഉണ്ടായിരുന്നു. ആത്മീയത നിറയുന്നവനെ ഭൗതികത്തിൽ കൊണ്ടുപോകത്തുള്ളൂ. ആത്മീയത നിറയുന്നവരെ ഭൗതികത്തിൽ എടുക്കത്തുള്ളൂ, കൊണ്ടുപോകത്തുള്ളൂ, അനുഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് സഭ 7 ദിവസം ഉപവസിച്ചു. സഭ 7 ദിവസം ഉപവസിച്ചു. ഉപവാസം എന്ന് പറയുമ്പോൾ രാത്രി 4 നേരമല്ല, 7 ദിവസവും പട്ടിണി ആയിരുന്നില്ല. ദൈവത്തിൻ്റെ മായമില്ലാത്ത പാല് വചനം മാത്രം ഭക്ഷിച്ചു. ഭൗതികത്തിലെ പുട്ടും കടലയും പഴം ഒന്നും തിന്നില്ല, ദോശയും ചോറും ഒന്നും കഴിച്ചില്ല. ആമേ, ദൈവത്തിൻ്റെ വചനം, ഈ ബൈബിളിലെ വചനം മാത്രം ഭക്ഷിച്ചു, ആത്മീയയിൽ നിറഞ്ഞു. നിങ്ങളും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഈ ആലയത്തിൽ വരുന്ന കൊള്ള, ദൈവസഭയ്ക്ക് വരുന്ന കൊള്ള, അത് നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാ. ഇത് ഒരു വ്യക്തിക്ക് മാത്രമല്ല തരുന്നത്, ദൈവമക്കളെ നിങ്ങൾക്കും, ഇത് നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. കരമടിച്ചു ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെയുമാകുന്നു. കൊള്ള പങ്കിടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കിട്ടാത്ത സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ? ഭയങ്കര സന്തോഷം. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുക. ആത്മീയയിൽ നിറഞ്ഞു. ഇനി ഭൗതികത്തിലാണ് പറയാൻ പോണത്. കഴിഞ്ഞ 1-ാം തീയതി ഉപവാസം, ഈ ജനുവരി 2024 ജനുവരി മുതൽ ആമേ പ്രസംഗിച്ചത് 7-ാം തീയതി, 14-ാം തീയതി, 21-ാം തീയതി. ഇന്ന് തീയതി 28. ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ്. അടുത്ത് പുതിയ ദിവസമാണ് ജനുവരി. അടുത്ത് കയറുന്നത് 4-ാം തീയതി. 4-ാം തീയതി ഇവിടെ ഇരിക്കുമ്പോൾ ആ കൊള്ളയുടെ അംശം നിന്റെ കയ്യിൽ വരും. കൊള്ള നിന്റെ കയ്യിൽ വരും. ആത്മാവ് പറയുന്നു, നിങ്ങളെ ഓരോരുത്തരെ നോക്കി പറയുന്നു, ദൈവമക്കളെ, ശബ്ദം കേൾക്കുന്ന ചാനലിലൂടെ, യൂട്യൂബിലേക്ക് ദൈവമക്കളെ, അത് നിങ്ങളുടെ കയ്യിൽ വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്ക് പ്രാപിക്കാൻ പറ്റും. വിശ്വസിക്കണം, എൻ്റെ കയ്യിൽ വരും. യേശുവിനോട് പ്രാർത്ഥിക്കണം, കരയണം, ആമേ നിലവിളിക്കണം. കാര്യമെന്താ? അനുഗ്രഹം വേണം. അനുഗ്രഹം നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു ചിന്ത വരൽ. ഈ വർഷം വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ദൈവഹിതമില്ലാത്ത നാട് വിട്ടു പോകരുത്. ദൈവഹിതമില്ലാത്ത ഒന്നും കൈകൊണ്ട് തുടരുത്. ആമേ, ഇങ്ങനെനിക്ക് ആമേ വേറെ എന്തെങ്കിലും ചെയ്യാം, രണ്ടും കൽപ്പിച്ച് ഒന്നും ചെയ്യരുത്. കാര്യം വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും, വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ വർഷം ആമേ മസിലൊന്നും പിടിക്കാതെ, ഞാനൊരു ദൈവ പൈതലാണ്. ആമേ, കാര്യം തന്നെ മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാല് തട്ടി അവിടെ തീരാനേ ഉള്ളൂ എല്ലാ സംഭവങ്ങളൊക്കെ. എത്ര വലുതെന്ന് പറഞ്ഞാലും ചെറുതെന്ന് പറഞ്ഞാലും ഒരു കാല് തട്ടിയ അവിടെ തീരല്ലേ? അവിടെ ഇല്ല. എൻ്റെ കർത്താവ് നിൻ്റെ കാല് കല്ല് തട്ടിപ്പോകാതെ വണ്ണം തൻ്റെ ദൂതന്മാരുടെ കാവൽ എന്ന ദൈവം. അതുകൊണ്ട് മസിൽ പിടിക്കരുത്. കേൾക്കുമ്പോൾ മസിൽ പിടിക്കരുത്. നിങ്ങൾ ആരും ആയിക്കോട്ടെ,
എവിടെ ഏത് രാജാവിൻ്റെ മോനായാലും കൊള്ളാം, ഏത് രാജ്ഞിയായാലും കൊള്ളാം, പക്ഷെ യേശുവിൻ്റെ മുമ്പിൽ സറണ്ടർ ആയിക്കൊള്ളാം. ഏത് ഉന്നതൻ ആയിക്കോട്ടെ, നീ ആരുമായിക്കോട്ടെ, എനിക്ക് ഒരു വിഷയമില്ല. കാര്യം എന്താണ്? ഞാൻ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ യേശുവിനെയാണ് പ്രസംഗിക്കുക. കാര്യം എന്താണ്? ഈ അഖിലാണ്ടത്തെ ഉണ്ടാക്കുവാൻ കഴിവുള്ളത് ആ ഒരു ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സാധാരണ അസാധാരണമായ ഇവിടെ മായാജാലങ്ങൾ ചെയ്യുന്നതല്ല. എൻ്റെ കർത്താവ് മാജിക് ഒന്നും ചെയ്യാറില്ല, അത്ഭുതമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ അവൻ അത്ഭുത മന്ത്രിയാണ്. എൻ്റെ യേശു വീര്യമേ ചെയ്യത്തുള്ളൂ. അതാ വീരനാ ദൈവം എന്ന് പറഞ്ഞത്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവ, നിത്യസമാധാനം അതാ നമ്മുടെ യേശു തരുന്നത്. ഇതെല്ലാവരുടെയും സമാധാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ എൻ്റെ യേശുവിനെ നീ വിശ്വസിക്ക്, യേശുവിൻ്റെ അടുക്കൽ വാ, യേശുവിനോട് പ്രാർത്ഥിര്, നിത്യസമാധാനം ദൈവം തരും. നിങ്ങൾക്ക് എവിടെയൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടോ, സാമ്പത്തിക മേഖലകളിൽ നിങ്ങൾ എവിടെയൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നോ, കടഭാരമുള്ളവരൊക്കെ കരം ഉയർത്താൻ പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാവരും കരം ഉയർത്തും. നമുക്കടുത്ത് കൊള്ള പങ്കിടുന്ന അനുഭവമാണ്. കൊള്ളയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ആമേ, നമുക്ക് കൊള്ള എങ്ങനെയാണ് നമുക്ക് കയ്യിൽ വരുന്നത് നോക്കണ്ടേ? എങ്ങനെ കിട്ടും ബ്രദറെ? ഈ വർഷം നമുക്ക് എങ്ങനെ കൊള്ള കിട്ടും? ദൈവത്തോട് ചേർന്നിരിക്കണേ. സഭാരാധന മുടങ്ങരുതേ. സഭാരാധന മുടങ്ങിക്കഴിഞ്ഞാൽ കൊള്ളയൊക്കെ പോവും. ആരാധന മുടങ്ങിയ ഈ വർഷം എല്ലാം പോവും. സഭാരാധന മുടങ്ങില്ല, കൽപ്പനയാണ്, പ്രമാണമാണ്. ആരാധന മുടങ്ങുന്നതൊക്കെ ഞാൻ നിങ്ങൾ അടുത്ത് പഠിപ്പിക്കും. അല്ലെങ്കിൽ സഭാരാധന മുടങ്ങി എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് സഭാരാധന മുടങ്ങരുത്. ഈ വർഷത്തെ ആരാധന കളയരുത്. ആമേ, വളരെ പ്രാർത്ഥന കുറയരുത്, ഉപവാസം കുറയരുത്. ആമേ, ഹല്ലേലൂയ. ആമേ, ആത്മീയൻ നിറയുന്നവൻ മാത്രമേ ഭൗതികത്തിൽ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം ഇത് 2023 തീരാത്ത കടങ്ങൾ തീരാൻ പോവുകയാണ്. തീരാത്ത വിടുതലുകൾ നിങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കൊള്ള ദൈവ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേ, ദൈവ മക്കളുടെ കയ്യിൽ അത് വരട്ടെ, നിങ്ങളുടെ കയ്യിൽ അത് വരട്ടെ. കൊള്ള വരട്ടെ, കൊള്ള വരട്ടെ. നീ ജോലി ചെയ്ത നക്കാപ്പിച്ച പൈസയല്ല. ആമേ, വലിയൊരു ബാങ്കിൽ കാണുന്ന നന്മയല്ല, ഒരു ബാങ്കിൽ ലോക്കറിൽ കാണുന്ന നന്മയല്ല. സ്വർഗത്തിന്റെ ലോക്കറിലോട്ട് നീ നോക്ക്, സ്വർഗത്തിന്റെ ലോക്കറിലോട്ട് നോക്ക്. അവിടെ ഒരുക്കിയിരിക്കുന്ന കൊള്ള നീ കാണ്. നിന്റെ ഭൗതിക കണ്ണുകൊണ്ടല്ല, ആത്മീയ കണ്ണുകൊണ്ടൊന്ന് കാണ്. നിന്റെ നഗ്ന നേത്രം കൊണ്ടല്ല, ആത്മീയ കണ്ണുകൊണ്ടൊന്ന് നോക്ക്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കൊള്ള അതാ. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നന്മകൾ നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. ആ കൊള്ള നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 14, ഉൽപ്പത്തി പുസ്തകം 14, 11 മുതൽ നമുക്ക് വായിക്കാം. സോദോമിലും ഗോമോറയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. ആരാ എടുത്തുകൊണ്ട് പോയി എന്നറിയണ്ടേ? 10 വായിച്ചേ, അതിന്റെ 10. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗോമോറോ രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. അടുത്ത താഴോട്ട് വായിച്ചോ. സോദോമിലും ഗോമോറയിലുമുള്ള സമ്പത്ത് ഭക്ഷണ സാധനങ്ങളും. അവരെടുത്ത സമ്പത്ത് മാത്രമല്ല, അവര് എടുത്തത് ഭക്ഷണ സാധനങ്ങൾ വരെ എല്ലാം അവർ എടുത്തുകൊണ്ട്. അവരെ സമ്പത്ത് മാത്രമല്ല കൊണ്ടുപോയത്, ഭക്ഷണ സാധനം വരെ അവരെടുത്തു. എല്ലാം എടുത്തു. എടുക്കേണ്ട ശത്രു വരുമ്പോൾ, ദുഷ്ടൻ വരുമ്പോൾ എല്ലാം എടുക്കും. ഒരു മോഷണം വരുമ്പോൾ അവൻ കൈ കിട്ടുന്നതെല്ലാം കൊടുക്കും, അല്ലേ? ഒരു വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്നൊക്കെ മോഷണം പോകുമ്പോൾ ആമേ മാക്സിമം എടുക്കും. കഴിഞ്ഞ ദിവസം ഒരു വീട്ടു ജോലിക്ക് നിന്ന ഒരു സ്ത്രീ ആമേ ഹല്ലേലൂയ ആഹാരത്തിലൂടെ ലഹരി പദാർത്ഥം എന്തോ മയക്കുമരുന്ന് കൊടുത്തു. അവരെ ബോധം കെടുത്തി. വീട്ടുകാരെ വെളിയിൽ നിന്ന് നേപ്പാളിൽ നിന്ന് 2 പേരെ വിളിച്ചു, പിടിച്ചു കെട്ടിയിട്ട് സകല സാധനവും കൊണ്ടുപോയി. പക്ഷേ 2-3 പേരവിടെ കുടുങ്ങിക്കിടന്നു. ചില പോലീസ് പിടിച്ചു. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം എടുക്കും. നോക്കുമ്പോൾ ആദ്യം അവസാനം എടുത്തെടുത്ത് വരുമ്പോൾ ഇവർക്ക് ക്ഷീണമാണ്. ഇത്തിരി ഫ്രിഡ്ജിനകത്ത് നോക്കിയെങ്കിൽ ഇത്തിരി ജ്യൂസ് കിട്ടുമായിരുന്നു, ഫ്രിഡ്ജിനകത്ത് നോക്കിക്കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കിട്ടുമായിരുന്നു, ആഹാരം. അപ്പോൾ ആഹാര സാധനം വരെ 2023 പിശാച് മോട്ടിച്ചുകൊണ്ടുപോയി.
നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ മക്കൾ ഭക്ഷിക്കാനുള്ളത് വസ്തുവക മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല കൊണ്ടുപോയത്, ഭക്ഷണ സാധനം വരെ ശത്രു മോഷ്ടിച്ചു പോയിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മവചനത്തിൽ വിളിച്ചു പറയുന്നു. മോഷണം പോകുമ്പോൾ ആമേ 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 സമ്പത്ത് മാത്രമല്ല സകലതും അടിച്ചുകൊണ്ട് പോകും. അവരാഹാര സാധനം വരെ, ഭക്ഷണ സാധനങ്ങൾ എല്ലാം എല്ലാം കൈ കിട്ടിയത് എല്ലാം അവർ എടുത്തുകൊണ്ട് പോയി. എന്നാൽ വായിച്ചേ, അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും. ഇത് അബ്രഹാമിന്റെ കുടുംബത്തിനകത്തുള്ള സഹോദരന്റെ കുടുംബത്തിൽ സംഭവിച്ചതാണ്. വേറെ ആരെയും കുടുംബത്തിനല്ല സംഭവിച്ചത്. നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവെന്ന് പറയുന്നത് അബ്രഹാമാണ്. അബ്രഹാമിന്റെ കുടുംബത്തിനകത്ത് സഹോദരന്റെ വീട്ടിലാണ് ഇത് സംഭവിച്ചത്. ആമേ. ഇന്ന് അത് സംഭവിക്കാൻ ആരെ കുടുംബത്തിലാ? നമ്മളെ കുടുംബത്തിൽ. അബ്രഹാമിന്റെ കുടുംബം ആരെ കുടുംബം? നമ്മുടെ കുടുംബം. അപ്പോൾ നമ്മുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരൻ്റെ കുടുംബം. അപ്പം നമ്മുടെ കുടുംബത്തിനകത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. വേറെ എവിടെയെങ്കിലും മോശം നടക്കുമ്പോൾ നമ്മൾ പറയും കൊണ്ടുപോകണമായിരുന്നു. ഞാൻ കുറേ ദിവസം കൊണ്ടേ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മാക്സിമം ഞാൻ നേർച്ചയും ചെയ്ത് എന്തെല്ലാം ചെയ്ത് അവൾക്ക് ഇത്തിരി അഹങ്കാരം, അവളെ നടപ്പ് കാണാൻ പറയാം, അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. ഞാൻ എത്ര ദിവസം കൊണ്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. അല്ല, അത് പോകുമ്പോൾ അത് നിന്റെ കുടുംബത്തിനകത്താണ് കുഞ്ഞേ. അടുത്ത വീട്ടിലൊരു മോഷണം പോകുമ്പോൾ മനസ്സിലാക്കണം, അത് എൻ്റെ വീട്ടിലെ കുടുംബത്തിനകത്തുള്ളതാണെന്ന് നീ മനസ്സിലാക്കണം. അവിടെ ചിരിക്കരുത്. ആരെങ്കിലും വീഴുമ്പോൾ ചിരിക്കരുത്. ആർക്കെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ചിരിക്കരുത്. ആമേ. കാര്യം എന്താണ്? അബ്രഹാമിന്റെ കുടുംബത്തിന്റെ സഹോദരന്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. എൻ്റെ കുടുംബം. കൈവച്ച് പറ, നെഞ്ചിൽ കൈവച്ച് പറ, എൻ്റെ കുടുംബത്തിനകത്താണ്, എൻ്റെ കുടുംബത്തിനകത്താണ്. ഇതെല്ലാം ആരറിഞ്ഞു? സഹോദരൻ്റെ നന്മകളെല്ലാം, ആമേ, ശത്രു രാജ്യത്ത് അടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളെല്ലാം അറിയാണ്. എന്നാൽ വായിച്ചേ, കണ്ടിന്യൂ. അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോകുന്ന ഒരുത്തൻ വന്നു. എബ്രായനായ, അത് ആരായിരുന്നു? ഒരു ഓടിപ്പോയ ഒരുത്തൻ, ഒരു എബ്രനായിരുന്നു. അബ്രാമിനെ അറിയിച്ചു. എബ്രനായ ഒരു വ്യക്തി അബ്രഹാമിനെ അറിയിച്ചു. അവൻ എസ്കോലിന്റെയും ആനേരിന്റെയും സഹോദരനായി അമോര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. ഹല്ലേലൂയ. അനീരിന്റെയും സഹോദരനായ അമോര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രഹാമിനോട് സഖ്യത ചെയ്തവർ ആയിരുന്നു. തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ, അവിടെ കേട്ടപ്പോൾ എന്താ സംഭവിച്ചോ? ഇവരെ സമ്പത്ത് മാത്രമല്ല, ആഹാര സാധനം മാത്രമല്ല, സഹോദരനെ കുടുംബങ്ങളൊക്കെ ബദ്ധനാക്കി പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. അമ്മേ, വരുമ്പോൾ മനസ്സിലാക്കണം, നിന്റെ നന്മ മാത്രമല്ല, കുടുംബത്തിലുള്ള സകലവരെയും ശത്രു പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. അബ്രഹാമിന്റെ സഹോദരങ്ങളെ, കുടുംബത്തെ മുഴുവനും ശത്രു ബന്ധരാക്കി പിടിച്ചു കെട്ടി കൊണ്ടുപോയി. അബ്രഹാം ഇത് കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും. ഈ വാർത്ത അബ്രഹാം കേട്ടു. ഇത് കേട്ട ഉടനെ തന്നെ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായി 318 പേരെ. 318 വരെ. അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു വളർത്ത ചിലരുണ്ട്. അബ്രഹാമിനോട് കൂടെ ചില ജനിച്ചു വളർത്തുന്ന, അബ്രഹാമിനോട് കുറച്ച് ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ, അവരാണ് സാധാരണക്കാരല്ല, അഭ്യാസികളായിരുന്നു. എല്ലാ മുറയും അറിയാം അല്ലേ? എല്ലാ കളരിപ്പയറ്റ്, കുമ്പു, ഇവിടെ എല്ലാം സകല അഭ്യാസങ്ങളും ചെയ്യുവാൻ കഴിവുള്ള നല്ല അഭ്യാസികളായിരുന്നു.
കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. എന്നാൽ അബ്രഹാം സഹോദരങ്ങളെ കൊണ്ടുപോയ സമയത്ത് തൻ്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികളെയും 318 പേര്. അബ്രഹാം ഒറ്റയ്ക്കല്ല പോയപ്പോ 318 പേരുമായി ഒരു സംഘം ചേർന്നു. വലിയൊരു സംഘം ചേർന്നു. 318മായി അബ്രഹാം ഒരു യാത്ര പുറപ്പെടുകയാണ്. കാര്യമെന്താ? എൻ്റെ സഹോദരന്റെ നന്മ ശത്രു അപഹരിച്ചു കൊണ്ടുപോയി, മറ്റൊരു രാജ്യം അടിച്ചു കൊണ്ടുപോയ സമയത്ത് അവര് തന്റെ അഭ്യാസികളുമായി തിരിച്ചു പിടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഈ വർഷം ശത്രു അപഹരിച്ചു കൊണ്ടുപോയതിനെ എൻ്റെ ദൈവം തിരിച്ചു പിടിക്കാൻ പുറപ്പെടുന്നുണ്ട്, നിനക്ക് തിരിച്ചു തരുവാൻ പുറപ്പെടുന്നുണ്ട്. കരമടിച്ചു ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സംഭവിക്കണം. നിനക്ക് വേണ്ടി പുറപ്പെട്ടു വരുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിക്കാൻ വരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സഹായിക്കുവാൻ, നിന്നിൽ നിന്ന് ശത്രു അപഹരിച്ചത്, മോഷ്ടിച്ചത്, തട്ടിയെടുത്തത് എല്ലാം മടക്കി തരുവാൻ, നിന്നെ സഹായിക്കുവാൻ ഒരു സൈന്യം തന്നെ ഇറങ്ങുന്നുണ്ട്. ഒരു സൈന്യം അവരെല്ലാരും കൂടെ പുറപ്പെട്ടു. ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ. രാത്രിയിലാണ് അവരുടെ കുടുംബത്തും ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോ. ശത്രുവിനെ തോൽപ്പിക്കുന്ന വർഷം 2024. ശത്രുവിനെ മേൽ തോൽപ്പിക്കുന്ന വർഷം. മറക്കരുത്, ശത്രുവിന് പരാജയം കൊടുക്കുന്ന വർഷം. ശത്രുവിനെ മേൽ പരാജയപ്പെടുത്തുക. നിനക്കെതിരായിട്ട് നിൽക്കുന്ന ശത്രു ആരായാലും ശത്രു ആരായാലും എത്ര ബലവാനായാലും എൻ്റെ ദൈവം ഈ വർഷം പരാജയപ്പെടുത്തുക ചെയ്യോ. എത്ര ബലവാനായാലും ദൈവ പൈതലേ, ഇന്നലെ വരെ വെല്ലുവിളിച്ചു നിന്നത്, നിന്റെ നന്മ അപഹരിച്ചത്, നിന്റെ അനുഗ്രഹത്തെ തട്ടിയെടുത്തതിന് 2024 പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന വർഷം. കരമടിച്ചത് സ്വീകരിച്ചോ. ഓ റിബബ ശബലബ റിഗമന അധനവ രഗന ശദന രഗനെ വൈഡവ രാജവദീന രഗനെ അസ്തൽ പ്രൗഢവ രന്ദല ബൗഡവ അധന രഗനെ ശംദല ബൗഡവ രാജവദീന. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് അത് പ്രാപിച്ചോ. ശത്രുവിന്റെ മേൽ ചില പ്രകരങ്ങൾ, ശത്രുവിന് അടി കൊടുക്കുന്ന വർഷം. നിന്നെ മോട്ടിച്ചുകൊണ്ട് വയ്യ. ശത്രുവിന് നല്ല അടി കൊടുക്കുന്ന വർഷമാണ്. ശത്രുവിനെ അടിക്കുന്ന വർഷം, നിഗ്രഹിക്കുന്ന വർഷം. ശത്രുവിന്റെ പ്രകരങ്ങൾ വീഴുന്നു. ശത്രുവിന്റെ മേൽ അടി വീഴുന്നുണ്ട്. നിനക്കെതിരായിട്ട് നിന്റെ അനുഗ്രഹത്തിന് എതിരായി നിൽക്കുന്ന ശത്രുവിന്റെ മേൽ അടി വീഴുന്നുണ്ട്. സ്വർഗം അടിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിനെ തോൽപ്പിച്ചു, പിശാചിനെ തോൽപ്പിച്ചു. പിശാചിനെ തോൽപ്പിച്ചു. അവൻ എത്ര വെല്ലുവിളിച്ചാലും, എത്ര ബലവാനായാലും, നിന്റെ അനുഗ്രഹത്തിന് എതിരാറ്റി നിൽക്കുന്നവരെ 2023 അവൻ നിന്റെ നന്മയെ തട്ടിയെടുത്തു. ഓ ബ്രദറെ, നിന്റെ കയ്യിലേക്ക് അനുഗ്രഹം വന്ന് വീഴുന്നുണ്ട്. തട്ടിയെടുത്ത അനുഗ്രഹത്തെ ദൈവം നിന്റെ കയ്യിൽ തരുന്നുണ്ട്. ശത്രുവിനെ തോൽപ്പിച്ചു. വായിച്ചോ. തോൽപ്പിച്ചു. ദമ്മേശേക്കിന്റെ ഇടത്ത് ഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. ആമേൻ, ഹല്ലേലൂയ. ശത്രുവിനെ തോൽപ്പിച്ചിട്ട് അടുത്ത സെക്ഷനിലേക്ക്
അവരെ പിന്തുടർന്നു. ഇവിടെ തോൽപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ തുരത്തി ഓട്ടിക്കുക. അല്ലേ? തോൽപ്പിച്ച മാത്രം പോരാ, ചിലത് തുരത്തി ഓട്ടിക്കണം. പരാജയം മാത്രം അടി കൊടുത്തിട്ട് പോകുന്നതല്ല, അതിന് അവിടുന്ന് ഓട്ടിക്കും, നിന്റെ പഞ്ചായത്ത് നിന്ന് ഓട്ടിക്കും. ഹല്ലേലൂയാ. ചിലപ്പോൾ നീ പറയും ഗ്രാമത്തിൽ നിന്നാണെന്ന്. നിന്റെ ഗ്രാമത്തിൽ നിന്ന് ഓട്ടിക്കാൻ പോകുക. നിന്റെ ജില്ലയിൽ നിന്നും പരാജയം, ജില്ലയിൽ നിന്നും ശത്രുവിനെ തുരത്തും. എന്നാൽ അവർ പിന്തുടർന്നു, പിടിച്ച അനുഗ്രഹത്തെ ശത്രുവിൻ്റെ മേൽ പരാജയം എന്നിട്ട് അവർ വീണ്ടും പിന്തുടർന്നു. വായിച്ചു. ദമ്മേശേക്കിന്റെ ഇടത്ത് ഭാഗത്തുള്ള ഹോബ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. ഈ വർഷം ശത്രു അപകരിച്ചത് കൊള്ളയാ. അതിന്റെ 16 മടങ്ങ് കൊള്ള വരുന്നുണ്ട്. മടങ്ങി പിടിച്ചെടുത്തോ. മടക്കി ദൈവം തരുന്നുണ്ട്. ശത്രു മോഷ്ടിച്ചതിന്റെ ആരോഗ്യം, ശത്രു മോഷ്ടിച്ച നന്മ, ശത്രു അപകരിച്ച സകലതും ഈ 2024 ദൈവം നിനക്ക് മടക്കി തരുന്നുണ്ട്. 2024 ദൈവം മടക്കി തരുന്ന വർഷം. അത് കയ്യിൽ വീഴട്ടെ, നിന്റെ മടിയിൽ വീഴട്ടെ. അവൻ മടക്കി തരും, നീ മടക്കി തരും. എന്റെ യേശുവിനെ വിളിച്ചാൽ, എന്റെ യേശുവിനെ നീ സ്വീകരിച്ചാൽ, നിന്റെ നഷ്ടപ്പെട്ട അനുഗ്രഹത്തെ മടക്കി തരും കുഞ്ഞെ, മടക്കി തരും. മടക്കി കൊണ്ടുവരുന്നു. ഒരു കൊള്ള മടങ്ങി വരുന്നുണ്ട്. യേശു നിന്നെ സഹായിക്കുന്നുണ്ട്. നിന്റെ അനുഗ്രഹത്തെ ശത്രു അടിച്ചുകൊണ്ട് പോയത്, മോഷ്ടിച്ചത് മടക്കി തരുന്ന വർഷം 2024 നിന്നെ ഉയർത്തുന്ന വർഷം, ഭൗതികത്തിൽ വർദ്ധിക്കുന്ന വർഷം. ഒരു വർധന, ഒരു സന്തോഷം. 2024 കരഞ്ഞില്ലേ? നിങ്ങൾ പലരുടെ മുമ്പിൽ തല കുനിച്ചു, പലരും നിങ്ങളെ കരയിപ്പിച്ചു അല്ലേ? സാമ്പത്തികമൊക്കെ വന്നിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല, ബാങ്കുകാരനെ കരയിച്ചു. കാര്യം എന്താണ്? വീട്ടിലെ പ്രമാണം എടുത്തു, ബാങ്കിൽ കൊണ്ടുകൊടുത്തു. ബാങ്കിൽ കൊടുത്തപ്പോൾ ചില പൈസകൾ കിട്ടി, ലക്ഷങ്ങൾ കിട്ടി. അടയ്ക്കാൻ പിന്നെ പറ്റുന്നില്ല, നിവർത്തിയില്ല. ബാങ്കിൽ ചെന്ന് നോട്ടീസ് വന്നു, അതിൻ്റെ മേലെ നോട്ടീസ് വന്നു അങ്ങോട്ട് ചെന്നില്ല, കാര്യം പറഞ്ഞു, വീണ്ടും നടക്കുന്ന. പിന്നെ അടയ്ക്ക് ഒരു അവധി വെച്ചു, അതും നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോവുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് മതി, ഞങ്ങളൊരു നോട്ടീസും കൊണ്ട് ഒരു നോട്ടീസും കൊണ്ട് നിൻ്റെ വീട്ടിൽ വരാൻ പോവുകയാണ്. ഇത് കണ്ട് നോട്ടീസ് എൻ്റെ വീട്ടിൽ ഒട്ടിക്കാൻ പോവാണ്. പാസ്റ്ററേ പ്രാർത്ഥിച്ചോളണേ. പാസ്റ്റർ പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു. പക്ഷേ നിന്നെ കരയിച്ച ചില ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, നിന്നെ കരയിച്ച ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുണ്ട്. നീ വായ്പ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റാത്ത ചില വമ്പന്മാരുണ്ട്, വമ്പത്തികളുമുണ്ട്. നിന്നെ കരയിച്ചു. എന്താ? സമയത്തിന് കൊടുക്കാൻ പറ്റാത്ത, ഇല്ലാത്തോണ്ടാ. കൊടുക്കാൻ നിവർത്തിയില്ല. 5000 കിട്ടുമ്പോൾ 10,000 ചിലവാ. 5000 കിട്ടുമ്പോൾ 10,000 ചിലവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഒരു നിവർത്തിയില്ല. പലിശ പോലും അടയ്ക്കാൻ കഴിയാതെ ആമേ തലകുനിച്ചടുത്ത് അവർ നമ്മൾ ഒരുപാട് കരയിച്ചു. ആമേ ആദ്യം നിന്റെ കെട്ടിയവനെ വിളിച്ചു, നിന്റെ മക്കളെ തെറി വിളിച്ചു, നിന്നെ തന്നെ തെറി വിളിച്ചു. വേണ്ടാത്തവള്, അവള്, ഇവള്, അവില്, പൊരി, കർക്കണ്ട്, കർപ്പൂരം
കുന്തിരിക്കം, വെള്ളരി, പടവലങ്ങ, കുമ്പളങ്ങ, തക്കാളി, ചീനി അമരിക്ക എല്ലാം കേട്ടു. ഒരു പടവലങ്ങ വാങ്ങിച്ച കുറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ കിട്ടിയത് വലിയ സാമ്പാറിൻ്റെയും അവിയലിൻ്റെയും കൂട്ടം. ഒരുപാട് വീട്ടിലിരിക്കുന്നതിനെയും വിളിച്ചു. ഇപ്പോൾ ജനിക്കാൻ പോണ കൊച്ചിനെയും വിളിച്ചു. എന്താ വിളിച്ചത്? കോവയ്ക്കെന്നോ അല്ല ചെറുപയറെന്നോ ചുണ്ടയ്ക്കെന്നല്ലേ? വെണ്ടയ്ക്ക, ചുണ്ടയ്ക്കൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിൽ. ചുണ്ടയ്ക്ക് ഞാൻ നല്ല ടേസ്റ്റാണ് ചുണ്ടയ്ക്ക. ജനിക്കാൻ പോണ കൊച്ചിനൊരെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ചേച്ചി തന്നെ കൂടുതൽ എടുക്കാം, ചേട്ടന്മാരും വരും, ബാക്കിൽ നിന്ന് വരും. ചേച്ചി എന്നെ എന്ത് വേണോ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇരിക്കണവരൊന്നും പറയരുത് ചേച്ചി, ഞാൻ എന്ത് വേണം കേൾക്കാൻ ബാധ്യതനല്ലേ. കരഞ്ഞ് നമ്മൾ വാങ്ങിച്ചത് കുറേ പൈസ, അല്ലെ ഒരു 10,000 50,000 ആയിക്കോട്ടെ, ലക്ഷമായിക്കോട്ടെ, എന്തെല്ലാം അപരാധങ്ങൾ കേട്ടു. വാങ്ങിച്ച ഒരാളാണെങ്കിൽ കേട്ടത് വീട്ടിലിരിക്കുന്ന സകല അവർ പോലും അറിഞ്ഞില്ല. അമ്മേരെ ഉദരത്തിനായിരുന്ന കൊച്ചു വരെ കേട്ടിരിക്കണം. ജനിച്ചില്ല. ആവശ്യം പോലെ ചാക്കിൽ കെട്ടി തന്നു പടവലങ്ങിയും വെണ്ടയ്ക്കൊക്കെ. ഇതെത്ര വർഷം കൊണ്ട് തിന്നാ തീരത്തില്ല. കേട്ട് മടുത്തെടുത്ത് കരയിച്ചു. ബാങ്കുകാരനെ കരയിച്ചു, നാട്ടുകാരെന്ന് വായിച്ചു, നാട്ടുകാർ കരയിച്ചു. ഇത് അടുത്ത് പറയുന്നു, നിന്റെ അനുഗ്രഹം കണ്ടവർ തിരിച്ച് കരയാൻ പോകുന്നുണ്ട്. തിരിച്ച് അവർ കരയുന്ന വർഷം. ആത്മാവിന് ദൂത് പറയാം, നിനക്ക് കൊള്ള വരുമ്പോ നിന്റെ വീട്ടിൽ വന്ന് പറയും, ചേച്ചി എന്റെ ബാങ്കിൽ 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ്. അത് സംഭവിക്കും സഹോദരി. അടുത്ത ബാങ്കുകാരോ പറയും 2 കോടി എന്റെ ബാങ്കിൽ. ഓ, അത് സംഭവിക്കുന്നുണ്ട്. കരയിച്ചവർ കാല് പിടിക്കാൻ പോകുന്നു. നിന്നെ കരയിച്ചവർ ആത്മാ പറയുന്നു, നിന്റെ കാല് പിടിക്കുന്ന വർഷമാണ്. നിനക്ക് ഉറങ്ങാൻ സമയം തരൂല്ല. ചേച്ചി എന്നല്ല വിളിക്കണത്, മേഡം. എൻ്റെ അപ്പു, ഞാൻ മേഡം ഇന്നലെ വരെയും ഏത് പേരല്ല വിളിച്ചത്? ഒരു പേരും പറയാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോഴേ. ഏത് പേര് കേട്ടാലും ചാനലിലെങ്കിലും കാണും. ആരെയും പറയാൻ പറ്റുന്നില്ല അല്ലേ? ഒരു വാക്കായിരിക്കും. കേറി വാ. ഇപ്പം മേഡം ഇരിക്കണം മേഡം. കഴിഞ്ഞ ദിവസം എടാ നീ പൈസ അടയ്ക്കണം കേട്ടോ, നിന്റെ വീടും കൂടും പോവും. സാറേ തിരിച്ചു വിളിക്ക. എടാന്ന് വിളിച്ച സാറേ എന്ന്. എൻ്റെ പൊന്നേ, ഞാൻ സാറോ? എടാ പണം കൊള്ള വരുമ്പോ എടാ വെടയായല്ല സാറായി മാറുന്നുണ്ട്. ഓ, ചില പദങ്ങള് മാറുന്നുണ്ട് കണ്ടോ? ഓ, അനുഗ്രഹത്തിന്റെ ലെവലുകൾ മാറുന്നുണ്ട്. ഇപ്പം മേഡം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, ഇന്നലെ വരെയും വിളിക്കാത്തവരെ നോക്കി പറയുക. ഇന്നവരെ നിന്നെ മേഡം എന്നല്ല വിളിച്ചുകൊണ്ടതല്ല, വിളിച്ചവരെ വിളിക്കാത്തവരെ നോക്കി ആത്മാ പറയുന്നു, നിനക്കൊരു പദവി ദൈവം തരുന്നുണ്ട്. അതാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ചില പ്രൊമോഷനുകൾ സ്റ്റാറായി മാറുന്നുണ്ട്. പ്രൊമോഷൻ സ്റ്റാറായി വീഴുന്നുണ്ട്. പിടിച്ചെടുത്തോളണം. പ്രൊമോഷൻ സ്റ്റാറായി മാറുന്നുണ്ട്. ആമേ ഹല്ലേലൂയ. നിനക്ക് ഇന്നലെ വരെയും നീ വെള്ളം കോരിയെടുത്ത് ഇനി പോണ്ട, കോരി വെച്ചത് കുടിച്ചാ മതി. ആമേ, അത് പറയാൻ കാര്യമുണ്ട്. നീ യേശുവിന്റെ മകളായതുകൊണ്ടാ നീ കോരാ പോണ്ട, കോരി വെച്ചത് കുടിച്ചാ മതി. ഇന്നലെ വരെ ഒരുപാട് വെള്ളം കോരി കൊടുത്തു കൈയെല്ലാം ക്ഷീണിച്ചു. 2024 യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്നു. ഇന്നലെ വരെ നീ കോരിയിട്ടുണ്ടെങ്കിൽ മോളെ, ഇങ്ങനെ മകളെ, നീ കോരാൻ പോണ്ട, കോരി വെച്ച നീ കുടി.
എന്റെ ബാല്യക്കാർ പോരും നിനക്ക് അസിസ്റ്റന്റുമാരെ തരാൻ പോകുകയാ, നിനക്ക് വേണ്ടി പിയൂണുമാരെ തരാൻ പോകുകയാണ്. അത് നീ യേശുവിനെ സ്വീകരിക്കുന്ന മുഖാന്തരം, യേശുവിനെ 2024 യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ഇതാ ഇതാ ഒരു പദവി. ചുമ്മാ തരത്തില്ല, വില കൊടുക്കണം. എന്റെ കർത്താവ് കാൽവരിയിൽ വില കൊടുത്തു. നിങ്ങൾ പറയും എനിക്ക് ഒന്നും ചെയ്യേണ്ട, ചുമ്മാ ഞാൻ കിട്ടാൻ മതി എന്ന്. ഇല്ല, എന്റെ അപ്പ ഒരുപാട് അടി കൊണ്ടു, ചാട്ടവാറുണ്ട് ഒരുപാട് അടി കൊണ്ടു, അമ്മ കുന്തം കൊണ്ട് കുത്തി അടിച്ചു ചന്ന പിന്നമാക്കി യേശുവിനെ. എന്നിട്ടും വിട്ടില്ല, ക്രൂരന്മാർ വിട്ടില്ല, റോമൻ സാമ്രാജ്യം വെറുതെ വിട്ടില്ല, ക്രൂശിൽ വെച്ച് വരെ തകർക്കാൻ നോക്കി. വെള്ളം വേണമെന്ന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ യേശുവിനെ കൂടുതൽ പുളിച്ച കാടി. അതുകൊണ്ടാ തന്റെ മക്കളോട് പറഞ്ഞത്, യേശു എന്നെ സ്വീകരിക്കുന്ന മുഖാന്തരം ഞാൻ ആ കഷ്ടത സഹിച്ചു. യേശുവിനെ 2024 ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുന്നവർക്ക് പറയുന്നു, നീ വെള്ളം കോരാൻ പോണ്ട, നീ കോരി വെച്ചത് കുടിക്കുമെന്ന് ഏറ്റെടുക്കുന്നവർ കരം അടിച്ച് പറ, അത് ഞാൻ ചെയ്യാം. ചെയ്യുന്നവർ കരം അടിച്ച് ദൈവത്തിന്റെ മഹത്വത്തോട് സ്വീകരിക്കുന്നവർ ഏറ്റെടുക്ക്, സ്വീകരിക്കുന്നവർ ഏറ്റെടുക്ക്. ആ ദൂത് നിന്റെ മേൽ വന്ന് വീഴുക. യേശുവിനെ സ്വീകരിക്കും, ആത്മാവിനെ സ്വീകരിക്കുന്നു പറയുന്നവർ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 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 ഹല്ലേലൂയ. സ്വീകരിക്കുന്നവര് കരമടിച്ച് സ്വീകരിക്കുക. കാര്യം എന്താണ്? നിനക്കൊരു വിജയം, ഒരു വിജയം ഉറപ്പാണ്, ഒരു വിജയം ഉറപ്പാണ്. ആമേ ഹല്ലേലൂയ. അവൻ മടക്കി തരുന്ന വർഷം 2024. ആമേ നിന്റെ അനുഗ്രഹത്തെ മടക്കി തരും. വിശ്വസിക്കേ, വിശ്വസിക്കേ. വന്ന സമയത്ത് അവന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ നോക്കിക്കോളാം. ഒന്ന് മാത്രമല്ല, മടങ്ങി വന്ന സമയത്ത് തന്റെ സഹോദരനെ മടക്കി പിടിച്ചു, ലോത്തിനെ മടക്കി പിടിച്ചു അബ്രഹാം. അടുത്ത് സമ്പത്തിനെയും, അടുത്ത് സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയി ലോത്തിന്റെ ജനത്തെ, ബാല്യക്കാരെ സകലവരെയും കൊണ്ടുപോയി. എന്തൊക്കെ കൊണ്ടുപോയോ സകലതും. അത് മാത്രവുമല്ല, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് മാത്രമല്ല, അവിടെ ഉള്ളതുടഞ്ഞ് കൊണ്ടുവന്നു. പ്രൈസലോ. അങ്ങനെയാ ഈ വർഷം സംഭവിക്കുന്നത്, അങ്ങനെയാ. ഇവിടെ നിന്ന് കൊണ്ടുപോയത് മാത്രമല്ല, അവിടെ ഉള്ളതിനെ കൂടെ തിരിച്ചു പിടിക്കും. നീ കൊണ്ടുപോയാ പിശാചിനോട് പറ, എനിക്ക് വിഷമമില്ല. 2023 നഷ്ടപ്പെട്ടവർ പറ, എനിക്ക് വിഷമമില്ല, എന്റെ വസ്തു പോയി, വിഷമമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്റെ അനുഗ്രഹം പോയി, എന്റെ കാറ് പോയി. 23-ലും 24-ലൊക്കെ അല്ലേ, വണ്ടി പോയി, അത് ബൈക്ക് പോയി, വീട് പോയി, വസ്തു പോയി, സകലതും പോയി. എന്നാൽ തിരുവചനം വിളിച്ച് പറയുന്നു, ഇവിടുന്ന് കൊണ്ടുപോയത് മാത്രമല്ല, കൊണ്ടുപോയ വ്യക്തികൾ അവിടെ ഉള്ളത് കൂടെ അവരെ സമ്പത്തിലൂടെ പിടിച്ചെടുക്കുന്ന വർഷം. ഓ, അവിടത്തേനെ കൂടെ ഇവിടെ കൊണ്ടുവരുന്ന വർഷമാണ്. ഇവിടുന്ന് തിരിച്ച് സമ്പത്തും പിടിച്ചു, വ്യക്തികളെയും പിടിച്ചു, സഹോദരനെയും പിടിച്ചു, സകലതും എങ്ങനെയാ കൊള്ളയായിട്ടാണ് വന്നത്. ഇവിടെ നിന്നൊരു ചെറിയ കൊള്ളയാണ് പോയെങ്കിൽ അവിടെ നിന്ന് വലിയ കൊള്ള കൊണ്ടുവന്നു. അതാ കൊള്ള കൊണ്ടുവരും. പോയതിനെ തിരിച്ചു പിടിക്കും, മടക്കി തരും. നീ വിശ്വസിക്കണം, എൻ്റെ ദൈവം മടക്കി തരും, മടക്കി തരും. നീ കാര്യമെന്താ? പറഞ്ഞവൻ വിശ്വസ്തനാണ്, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, അവൻ വിശ്വസ്തനാണ്. ആയതുകൊണ്ടാ ഈ വർഷം തരുമെന്നൊരു ദൂത് ദൈവസഭയോട് ഞാൻ കൈമാറുന്നത്. അടുത്ത് വായിച്ചോട്ടെ. അവൻ കെദൊർലായോമേരിനെയും
കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് അബ്രഹാം ബാല്യകരിച്ചത് അവൻ കെദോർലോരിലുള്ളവരെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചു. മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജാ താഴ്വര എന്ന താഴ്വര വരെയും അവനെ എതിരേറ്റ് ചെന്നു. ശാലേം രാജാവായ മെൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും മടങ്ങി വരുന്ന സമയത്ത് ശാലോം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. മടങ്ങി വന്ന സമയത്ത് ആമെ തിരിച്ച് മൽക്കീസേദെക്ക് രാജാവ് അവർക്ക് കൊണ്ടുകൊടുത്തത് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ നോക്കണം. കൊണ്ടുവന്ന സമയത്ത് അവൻ പറഞ്ഞു, അബ്രഹാം പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗ്ഗത്തിൽ നോക്കിക്കൊള്ളണം. അബ്രഹാം സകലതും ആമേ സഹോദരനെ നഷ്ടപ്പെട്ടതിനെ സകലതും പിടിച്ച് മടങ്ങി വരുന്ന സമയത്ത് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവനെ സകല അനുഗ്രഹിച്ചു. ഒരു അനുഗ്രഹം വഴിയിൽ വെച്ച് വാങ്ങിക്കൊണ്ടാ വരുന്നത്. അനുഗ്രഹം വാങ്ങിച്ചോളണം. പോകുമ്പോൾ ഭാഷ വിളിക്കണം, പ്രാർത്ഥിക്കണം. ഭാഷയെ ഒരു അനുഗ്രഹം വാങ്ങിച്ചിട്ടേ പോകാവൂ. അനുഗ്രഹം വാങ്ങാതെ പോകരുത്. ആമേ പോകുമ്പോൾ ഒരു അനുഗ്രഹം വാങ്ങിക്കണം. ഒരു കൈവെപ്പ് വാങ്ങിച്ചിട്ടേ പോകാവൂ. നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു ഫോൺ കൂടെ വിളിക്കണം, ഞാൻ പോകുന്നുണ്ട്, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മടി കാണിക്കരുത്. ഈ വർഷം നിങ്ങൾ മടി കാണിക്കരുത്. ആമേ, നിങ്ങൾ കുറച്ചിൽ കാണിക്കരുത്. അയ്യോ വിളിച്ചാൽ എന്ത് ചെയ്യും, അയ്യോ ഭാഷ വിളിച്ചാൽ വരട്ടുമില്ല. ഈ വർഷം അങ്ങനെ ഒന്നുണ്ട്. നീ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു കൈവെപ്പ്, ഒരു അനുഗ്രഹം പ്രാപിച്ചിട്ട് ഒരു പ്രാർത്ഥന ആവശ്യമാണ്. ദൈവത്തിൽ നിന്നുള്ള ഒരു കൈപ്പ് അനുഗ്രഹത്തോടെ നമ്മൾ യാത്ര ചെയ്യണം. അത്യുന്നത ദൈവത്തെ ദാസനെ അനുഗ്രഹിച്ചു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടുമാറാകട്ടെ. എവിടെയൊക്കെ നോക്കി പറഞ്ഞത്? മർക്കീസ് എന്ന് പറഞ്ഞ പുരോഹിതനാണ് വന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ അനുഗ്രഹിക്കണമെങ്കിൽ യേശുവിന്റെ പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊരു പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം പോവും. ഈ വർഷം യേശുവിന്റെ പേര് പറഞ്ഞ് നമ്മുടെ ദൈവം ആരാ? ഉന്നതനായ ദൈവം, അത്യുന്നതങ്ങൾ വസിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ പേര് പറ. അത്യുന്നത ദൈവത്തിൽ നിന്നും അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പുരോഹിതൻ അനുഗ്രഹിച്ചു. എവിടെയൊക്കെ? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ, സ്വർഗത്തിന്റെ ഭൂമിയുടെ നാഥൻ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. മറക്കരുത്. വേറെ ഒന്നിനും പ്രാധാന്യം കൊടുക്കരുത്. ബൈബിൾ വചനത്തോടെ നിൽക്കണം. നമ്മൾ ഒരുപാട് ചോദ്യം ചെയ്യും, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും. ചെയ്യുന്നവർ ചെയ്തോട്ട്, വിധിക്കുന്നതും എൻ്റെ ദൈവമാണ്. പലരും ചോദ്യം ചെയ്യും, അതാണ് ഇതാണെന്ന് പറയുന്നവർക്ക് ദൈവം പണി കൊടുക്കും. പക്ഷേ നമുക്ക് വചനമായിട്ട് പറയണം. സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ എന്ന് പറയുന്നത് ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ നാഥനെ ചൊല്ലി, ആ നാഥന്റെ പേര് പറഞ്ഞു അവരെ അനുഗ്രഹിക്കുമാറട്ടെ എന്ന് പറഞ്ഞു. 20ാമത്തെ വാക്യം, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം ശത്രുക്കളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നവരെ തോൽപ്പിക്കുന്ന വർഷമാണ് 2024. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട്. ഇന്നലെ വരെയും നിനക്ക് ശത്രുവായി നിന്നവര്, ശത്രുക്കളെല്ലാം നിന്റെ കയ്യിൽ വന്ന് ഏൽപ്പിക്കുക. കയ്യിൽ വന്ന് വീഴുകയാണ്. ശത്രുക്കളെല്ലാം നിന്റെ കയ്യിൽ വീഴും. ദൈവം നിന്റെ കയ്യിൽ തരും. 2024 നിനക്ക് വിരോധമായി നിന്നവര്, അപകരിച്ചുകൊണ്ട് പോയവരെല്ലാവരും നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും. നീ വിശ്വസ്തയോടെ നില്ല്, പ്രാർത്ഥനയോടെ നില്ല്, ഉപവാസത്തോടെ നില്ല്. ശത്രുവില് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന വർഷം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമില്ല. ഈ വീട് വിട്ടു പോകണം, ഒരു സ്വസ്ഥതയില്ല.
എന്നും പ്രാർത്ഥന കേൾക്കുമ്പോൾ ഹല്ലേലൂയ പറയുമ്പോൾ സ്തോത്രം പറയും എന്നും അവളുടെ ഒരു മുടിഞ്ഞ ഹല്ലേലൂയ സ്തോത്രം പറയുമ്പോൾ നിങ്ങൾ പറയും, എനിക്ക് ഇവിടെ പലരും പറഞ്ഞു, അയ്യോ ഇവിടെ വിട്ടു പോകണം. നീ പോണ്ട, നീ അല്ല പോവേണ്ടത്. ആമേ, നിന്റെ കൂടെ അവർ ചേർക്കാൻ പോകുക. ആമേ, നിന്റെ കൂടെ നിനക്ക് വിരോധമായി നിന്റെ പ്രാർത്ഥന കേട്ട്, ആരാധന കേട്ട്, സ്തുതി കേട്ട് നിനക്ക് വിരോധമായവര് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. കരം പിടിച്ച് കയറ്റുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരം പിടിച്ച് കയറ്റുവാൻ. ഓ, ദൈവം നിന്നെ കരം പിടിച്ച് കയറ്റുവാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന വർഷമാണ്. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത്യുന്നതനായ ദൈവം നാമം സ്തുതിക്കപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവം നമ്മുടെ കയ്യിൽ തരുമ്പോ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിങ്ങൾക്കൊരു അനുഗ്രഹം കയ്യിൽ കിട്ടുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. മഹത്വം കൊടുക്കേണ്ടതിൽ മഹത്വം കൊടുത്താൽ അതൊരു അനുഗ്രഹമായിരിക്കും. കാര്യം എന്താണ്? വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. പ്രൈസ് ദി ലോർഡ്. വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. മറക്കരുത്, വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. തക്ക സമയത്ത് ദൈവം തരും. ഇതുപോലെയൊക്കെ തക്ക സമയത്ത് ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത വായിച്ച്. അവന് അബ്രാം സകലത്തിലും നോക്കിക്കോളണം. വലിയൊരു കൊള്ള നമുക്ക് വായിക്കാം, അങ്ങോട്ട് കൊണ്ടുപോകാം. വലിയൊരു കൊള്ള മടക്കി ദൈവം നിന്റെ കയ്യിൽ തരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് തന്നെ പോകണം. അനുഗ്രഹം വരുമ്പോൾ ദൈവത്തെ മറക്കരുത്. നന്മ വരുമ്പോൾ മറക്കരുത്. ആരാധന മറക്കരുത്. ആത്മീയ കൂട്ടായ്മ മറക്കരുത്. സഭാരാധന മുടക്കരുത്. അത് ശരിയാവൂല. ഇറങ്ങിപ്പോയാൽ ശരിയാവൂല. വഴിയിലിട്ട് കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാളത്തെ കാര്യം എന്തെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഇതൊരു ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങെടുത്ത് ഇങ്ങനെ പോയാൽ വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. വിട്ടുകൊടുക്കാൻ പോയതാ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പോൾ ദൈവത്തിന് നന്മ തരുമ്പോൾ, അനുഗ്രഹം തരുമ്പോൾ മഹത്വം കൊടുത്ത് തന്നെ പോകണം. മറക്കരുത്. അടുത്ത വായിച്ച്. സകലത്തിലും അബ്രഹാം നോക്കിക്കോളാം. അനുഗ്രഹം വന്ന സമയത്ത് അബ്രഹാം പറയുക, ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറയുക, എനിക്ക് ദൈവം തന്ന സകലത്തിലും ദശാംശം കൊടുത്തു. ദൈവസഭാ ശ്രദ്ധയോടെ ചെവി തുറന്ന് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ 2024 ദശാംശം. അബ്രഹാം ദശാംശം കൊടുത്തു. ഇത് ചെറിയ കാര്യമല്ല. ചെറിയ അനുഗ്രഹം. ദൈവമക്കളെ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിക്കോട്ടെ, ഇന്ന് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, എൻ്റെ ശബ്ദം കേൾക്കുന്ന വിദേശ രാജ്യത്തായിരിക്കുന്ന ദൈവമക്കളോട് പറയുക, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ നിങ്ങൾ ദശാംശത്തെ വേർതിരിക്കണം. അബ്രഹാം ദശാംശം കൊടുത്തു എന്നൊരു വാക്ക്, ഈ വചനം ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഈ വർഷം ദശാംശം കൊടുക്കാതെ പോകാൻ പറ്റത്തില്ല. ദശാംശം കൊടുത്തേ പറ്റത്തുള്ളൂ. അബ്രഹാം ദശാംശം കൊള്ള വന്നപ്പോ അനുഗ്രഹം വന്നപ്പോ ഹല്ലേലൂയ പറ, ഞാൻ ദശാംശം കൊടുക്കും. ഞാൻ പറയുന്നത് കൊള്ള വരുന്നുമ്പേ കൊടുത്തു കൊടുക്കണം. ഇനി കൊള്ള വന്നിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ ചിലരിപ്പുണ്ട്. ഇനി എനിക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് തരട്ട് എന്നിട്ട് ഞാൻ കൊടുക്കാം. തെറ്റായ ചിന്ത. ദൈവത്തിനെതിരായിട്ട് ചിന്തിക്കരുത്. വിത്തെടുത്താരും തിന്നരുത്. 2024 ആരും വിത്തെടുത്ത് കഴിക്കരുത്. ദൈവത്തിനുള്ള ദൈവത്തിന് തന്നെ കൊടുക്കണം. കൊള്ള വരും മുമ്പേ ദശാംശത്തെ വേർതിരിക്കണം. എത്ര കടഭാരമായിക്കോട്ടെ, എത്ര ബുദ്ധിമുട്ട് ഞെരുക്കമായിക്കോട്ടെ, നിന്റെ കയ്യിൽ സാലറി വരുമ്പോൾ ചിലപ്പോൾ 1000 500 ആയിരിക്കാം, ചിലപ്പോൾ 300 ആയിരിക്കാം. അതിൽ നിന്നൊരു അംശം ദൈവത്തിന് വേണ്ടി മാറ്റ്. നിനക്ക് ദൈവം കൂടുതൽ മാറ്റി വയ്ക്കുവാനുള്ള വഴി തുറന്നു തരും. അടുത്ത് ഇല്ല എന്നല്ല, ഉണ്ടെന്ന് പറയുവാൻ. ഇന്നലെ വരെ ഇല്ല എന്ന് പറയുന്നവർക്ക് എനിക്ക് ഉണ്ട്. ഒരു അബ്രഹാമിൻ്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ട്. അബ്രഹാമിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട്. കാര്യമെന്താ? നിന്റെ കയ്യിൽ ഈ വർഷം കൊള്ള തരുന്ന വർഷമാണ്. ദൈവം മടക്കി തരുന്ന വർഷമാണ്. പറ, ദശാംശം ദൈവത്തിനുള്ളത്. ദശാംശം ആലയത്തിൽ തന്നെ കൊടുക്കണം. നിങ്ങൾ എവിടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നോ, ഇവിടെ നിന്നൊരു അനുഗ്രഹം പ്രാപിച്ചാൽ
ഇയാളെ തന്നെ ദശാംശം കൊടുക്കണം. ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനം കേട്ടിട്ട് കൊള്ള കിട്ടിയാൽ കൃത്യമായിട്ട് ഇയാളെ തന്നെ അയക്കുക. കാര്യം എന്താണ്? നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും നിങ്ങൾക്കൊരു വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ദശാംശത്തെ ഈ സഭയിൽ തന്നെ വരണം. കാര്യം എന്താ? ഈ വയലിൽ നിന്നാണ് വിളഞ്ഞത്. ഈ വയലിൽ നിന്നാണ് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിക്കോട്ടെ ഈ വചനം കേൾക്കുമ്പോൾ ദശാംശ ആലയത്തിൽ വന്നേ പറ്റൂ. അത് വേറെ ഒരു ആലയത്തിൽ കൊണ്ടുകൊടുക്കാൻ വ്യവസ്ഥയില്ല. കാര്യം എന്താ? സഭയുടെ ദൂത ഇത് ഇവിടെ നിന്നാ പൊട്ടിപ്പുറട്ട ദൂത. ഇത് 2024 ഇവിടെ നിന്ന് പൊട്ടിയതാ. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പൊട്ടിയ ദൂത തിരുവനന്തപുരം ജില്ലയ്ക്ക് പൊട്ടിയതാ. ഇത് മുറിഞ്ഞപാല സഭയിൽ നിന്ന് പൊട്ടി ഉറപ്പെട്ട ഒരു ഉറവയാ. ഓ യെസ് യെസ് യെസ്, അത് സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അമേരിക്കയിലായിരിക്കാം, കുവൈറ്റിലായിരിക്കാം, ദുബായിലായിരിക്കാം, ചെങ്ങന്നൂരിലായിരിക്കാം, കാട്ടാക്കടയം, പാലോടായിരിക്കാം, മുറിഞ്ഞപല, എവിടെ ആയിക്കോട്ടെ, എന്നിലൂടെ ചാനലിലൂടെയും മീഡിയയിലൂടെയും യൂട്യൂബിലൂടെ കേൾക്കുന്നവരെ, യേശു നിനക്കൊരു കൊള്ള തരും. കൊള്ള തരുമ്പോ ഇല്ലാത്തടത്ത് കൊണ്ട് കൊടുക്കരുത്. നീ കേട്ട ഈ വാഗ്ദത്ത വചനം നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിപ്പിക്കുകയും അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടും പോലെ ആനന്ദിക്കും പോലെ ആകുന്നു. ഇന്ന് ഈ വചനം കർത്താവ് സ്വർഗത്തിലെ ദൈവം, അത്യുന്നതനായ ദൈവം, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം തന്റെ നാവിലൂടെ, ഈ നാവിലൂടെ പൊട്ടിപ്പുറപ്പെട്ട, ഈ നാവിലൂടെ, തന്റെ നാവിലൂടെ അനുഗ്രഹത്തെ പൊട്ടിപ്പുറപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമല്ല, ലോക രാഷ്ട്രങ്ങളിലാ. ദശാംശം അങ്ങനെയാണെങ്കിൽ ആത്മാ പറയുന്നു ഈ ആലയത്തിൽ തന്നെ വരണം. ആരുമായിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കാൻ വിഷമമായിരിക്കും. ഇല്ല, അപ്പോൾ നിങ്ങൾ ഈ ആലയത്തിൽ വരണോ? വേറെ എങ്കിലും കൊടുത്താൽ പോരെ? അല്ല. കാര്യം എന്താ? ഈ ദൂത് ഇവിടെ നിന്നാ പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് ഇവിടെ നിന്നാ പുറപ്പെട്ടത്. നിങ്ങൾ കേട്ടത് ഇവിടെ നിന്നാ. ഇത് ഇവിടെ നിന്നാ, മറ്റാരുടെ കയ്യിലല്ല. എൻ്റെ എത്രയോ ദൈവദാസന്മാരുണ്ട്, അല്ലേ? എത്രയോ ദൈവദാസന്മാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ ദൈവദാസന്മാര് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു സമയത്ത് ദൈവമക്കളെ പുത്രികണ്ഠ കൺവെൻഷനൊക്കെ നടത്തി. 3 പ്രാവശ്യം കൺവെൻഷൻ ചെയ്തു. 3 പ്രാവശ്യവും കൺവെൻഷൻ നടത്തിയിട്ട് എനിക്കൊരു കുറവയൊന്നും കിട്ടി എനിക്ക് തോന്നുന്നില്ല. മിണ്ടാതിരിക്കാൻ പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്നു. മിണ്ടാതിരിക്കാൻ പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്നു. പക്ഷെ അങ്ങനെ ഈ വർഷം ഇരിക്കാൻ തോന്നുന്നില്ല. ഈ വർഷം തോന്നുന്നില്ല. കാര്യം എന്താണ്? എല്ലാ ദൈവദാസന്മാരും വന്ന് പ്രസംഗിക്കും, നല്ല കാര്യം, ഒരുപാട് ദൂത് പറയും, അനുഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ദൈവം തന്നിരിക്കുക എൻ്റെ നാവിലൂടെയാണ്. എൻ്റെ നാവിലൂടെ അനുഗ്രഹത്തെ തുറന്നു വിടുമ്പോ, ഓ ഹല്ലേലൂയ, ഈ അനുഗ്രഹത്തിന്റെ ദൂത് അത്യുന്നതനായ ദൈവത്തിന്റെ സ്വർഗത്തിന് ഭൂമിക്കും അധികം നാഥൻ, ഈ അനുഗ്രഹം പൊട്ടിയത് എവിടെ നോക്കണം? ഈ അനുഗ്രഹം തുടങ്ങിയത് എവിടെ നിന്ന് നോക്കണം? ഇത് കേട്ടത് എവിടെയാ? നിങ്ങൾ മീഡിയയിലൂടെയും ചാനലിലൂടെയും യൂട്യൂബിലൂടെ കേൾക്ക പറയണം, കേട്ടത് ഞാനൊരു ദൈവദാസൻ എന്നാ. ഞാൻ പറഞ്ഞു, എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ സിസ്റ്ററെ വിളിച്ചു, എൻ്റെ കൂടപ്പറപ്പാ. കുവൈറ്റിൻ്റെ സഹോദരൻ, നീ എൻ്റെ കൂടപ്പറപ്പാ. ചെന്നൈയിൽ നിന്ന് വിളിച്ചപ്പോൾ, ഒരുപാട് വിളിച്ചപ്പോൾ, ബ്രദറെ നീ എൻ്റെ ബ്രദറാണ്. അപ്പാ ബ്രദർ പറഞ്ഞത്, എന്നെ ആരും അങ്ങനെ വിളിച്ചില്ല, എൻ്റെ ബ്രദറേ. ഓ, അതാ ആത്മീയമായ ബന്ധങ്ങൾ. അതാ പൗദ്യത്തിൽ പലരും വിളിക്കും, ഉള്ളപ്പോഴൊക്കെ വിളിക്കും, അടുത്തടുത്ത് ചേർത്ത് പിടിക്കും. ഇല്ലാത്തപ്പോഴും ഞാൻ ചേർത്ത് പിടിക്കുന്നു. കാര്യം എന്താണ്? ഈ വർഷം തുടക്കം അനുഗ്രഹങ്ങൾ തലമേൽ വന്ന് വീഴുമ്പോ ഇത് കൈവിട്ട് പോകരുത്. അടിച്ചുകൊണ്ട് പോകുന്ന പലരും വരും.
അടിച്ചുകൊണ്ട് കൊത്തിപ്പറിക്കാൻ ഒരുപാട് വരും. ഇനി വാ, നമ്മളെടുത്ത് വാ, അവിടെ വാ, ഇവിടെ ഇപ്പം ചാക്കിട്ട് പിടിക്കാൻ നടക്കണമെന്നാണ് അറിവ്. ഇന്നലെ എന്നെ ചെന്നൈയിൽ നിന്ന് വിളിച്ച ആമേ, പേരൊന്നും പറയുന്നില്ല ചേട്ടൻ, ബ്രദർ എന്നെ പറഞ്ഞു, വേറെ ഞാൻ ഒരു ദർശനം കണ്ടു. എപ്പോഴും വിളിക്കും, എന്താ പറയുക ദർശനം കണ്ടത്? ഒരു ചാക്ക് മറിഞ്ഞു കിടക്കണം. കൊള്ളാം, നല്ല കാര്യം. ചാക്കിലാണ്, ഒരുപാട് ചാക്ക് കിടക്കുന്നുണ്ട് കാണും. അതിൽ ഒരു ചാക്ക് ഞാൻ ചെന്നെടുത്തു. സ്തോത്രം. അടുത്ത് പറ, ഞാൻ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത് എന്താ സംഭവിച്ചത്? ഞാൻ എടുത്തപ്പോൾ അവൻ ബാഗ് കീറി കിടക്കണം. പറ പുറം കണ്ടപ്പോഴും ഒരു കുഴപ്പമില്ല. ഞാൻ മറിഞ്ഞിടുന്ന ചാക്ക നൂത്തെടുത്തപ്പോൾ രണ്ടായിട്ട് അവൻ കീറിയ സൈഡ്, ഒരു സൈഡ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അല്ലേ, മനസ്സിലാവേണ്ട വ്യക്തിക്ക് മനസ്സിലായി കൊടുത്തു. പുറമേ എല്ലാം കൊണ്ട് അകത്ത് ഒന്നുമില്ല, അനുഗ്രഹങ്ങൾ പോയി. ആമേ, ഇന്ന് പലരുടെയും പുറത്ത് എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ചാക്ക് പോലെയാ. ഒന്ന് എടുത്ത് നോക്കണം അല്ലേ? അനുഗ്രഹമില്ലാതെ ചാക്ക് കീറിക്കിടക്കും പോലത്തെ എത്രയോ അനുഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു ചാക്കിനെ കാണിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗം കാണിക്കുന്നുണ്ടെങ്കിൽ, പുറമേ ഒരു ചാക്ക് പോലെയാ, പുറമേ ഒരു ചാക്ക് പോലെയാ. നീ ഒരു ചാക്കാണെന്ന് ഞാൻ വിളിച്ചു പറയും. കാര്യം എന്താണ്? ഈ ചാക്ക് നല്ലപോലെ ഓക്കെ ആയിരുന്നാൽ അരി നിറയ്ക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കപ്പ ഇടാൻ പറ്റൂ, നിങ്ങൾക്ക് എന്ത് വേണേ പറ്റൂ. കീറിയ ചാക്കിൽ ആരും അരി കൊണ്ടുപോവാറില്ല. കീറിയ ചാക്കിൽ ആരും പൊന്ന് നിറയ്ക്കാറില്ല. കീറിയ ചാക്കിൽ ആരെങ്കിലും പണം കൊണ്ട് നിറയ്ക്കാറുണ്ടോ? നിങ്ങൾക്ക് ഒരു ചാക്ക് തന്നിട്ട് ഞാൻ ഒറ്റ കീറും കീറിയിട്ട് ഒരു 10 കോടി അങ്ങ് നിറച്ച് തരാൻ പോവുകയാണ്. കൊണ്ടുപോ ഊരിട്ടം വരത്ത്, അല്ലെ കാട്ടക്കട പിടി, അപ്പോൾ പൂവാറോട്ട് പിടിക്കാമെന്ന്. നീയും കൊണ്ടുപോ, പക്ഷെ കീറിയ ചാക്കെന്ന് ഓർമ്മ വേണം. കീറിയ ചാക്കിനെ കൂടെ തച്ചോളണം. കാര്യം എന്താണ്? അനുഭവങ്ങളാ. ഉണ്ടെന്ന് പലതും പറയും, ഇന്ന് പലപ്പോഴും ഇല്ല. ഇന്ന് വചനം പറയുന്നു, ഇന്ന് ചോരത്തില്ല. കീറിയ അനുഭവങ്ങൾ എത്രയോ കുടുംബങ്ങൾ എങ്ങനെയാ കീറിയ അനുഭവങ്ങൾ ജീവിച്ചു പോകുന്നതിന് ദൈവം പറഞ്ഞു 2024 ഇന്ന് കീറിയ ചാക്കുകളെ കൂട്ടിയും കെട്ടുന്നു. നിന്റെ അനുഗ്രഹം കൊള്ളയായിട്ടാ തരുന്നത്. ദൈവത്തെ കീറിയ ചാക്കിലല്ല തരുന്നത്, കീറാത്ത ചാക്കില. അടുത്തിരിക്കുന്ന വ്യക്തിക്കൊന്ന് 2 കൈയും പിടിച്ച് കുലുക്ക്. അരിയൊക്കെ അളന്ന് തുടങ്ങി. അരിയൊക്കെ നീ ചാക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അളന്ന് തട്ടയാണ് അടുത്തിരുന്നുകൊണ്ട്. അടുത്തിരിക്കുന്നവർ അരി അളന്ന് തുടങ്ങി. ഇങ്ങനെ ചാക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന അളന്ന് തട്ടയാണ് ഇങ്ങനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. കീറിയ ചാക്കിലല്ല, കീറാത്ത ചാക്കില ദൈവം തരുന്നത്. അബ്രഹാം പറഞ്ഞു, ഞാൻ ദൈവത്തിന് ദശാംശം കൊടുക്കും. എനിക്ക് കൊടുക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സെന്റൻസിനകത്തുണ്ട്. കൊള്ള വരും. ഇപ്പോൾ തന്നെ തീരുമാനം എടുത്തോളണം. ഇത് എവിടെ നിന്നാ പൊട്ടി പുറപ്പെട്ടെന്ന് കേൾക്കണം. ഭൂമിയുടെ 4 വൻകരകളിൽ ദൈവമക്കൾ, ഇത് അമേരിക്കയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുബായിലും പല സ്റ്റേറ്റുകളിലും, കാസർഗോഡും ഇടുക്കിയും അതുമല്ല തമിഴ്നാട്, ഹല്ലേലൂയ, പല സ്റ്റേറ്റുകൾ വന്ന് വീഴുന്നുകൊണ്ടിരിക്കുക. കാര്യം എന്താണ്? ഭൂമിയുടെ 4 വൻകരകളിലും ദൈവമക്കൾക്ക് കൊള്ള അനുഭവിക്കാൻ പോകുന്നു. തിരുവനന്തപുരം ജില്ലക്കാർ മാത്രമല്ല അനുഗ്രഹം പ്രാപിക്കുന്നത്, സകലവരും കൊള്ള പങ്കിടും. അപ്പോൾ ദശാംശം കേട്ടെടുത്ത് വരട്ടെ. കൈപിടിച്ച് പറ, കേട്ടെടുത്ത് വരട്ടെ. നീ കേട്ടെടുത്ത് പുറപ്പെട്ട്. എവിടെന്നാ പുറപ്പെട്ടത്? ദൈവം എവിടെന്നാ ഉറവ പൊട്ടിച്ചത്? ചില പറയും, ഞാൻ പറയും, അയ്യോ ഞങ്ങൾ വേറെ എവിടെയോ പോകുന്നു. ബൈബിളുണ്ട്, വെളിപ്പാട് എഴുതിയിട്ടുണ്ട്, ഉറവ തുറക്കുന്നിടത്ത് കോരി കുടിക്കണമെന്ന്. ചിലർക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയും. ബൈബിളിൽ വെളിപ്പാട് പറയുന്നു, ദാ ഒരു ഉറവ ദാഹിക്കുന്നവർ ഇച്ഛിക്കുന്നവരുടെ വരുവാൻ. ഇവിടെ ദാഹമുള്ളവനെ പ്രാപിക്കും. ഈ ദാഹം ചാനലിലൂടെ അങ്ങ് പോകുക, മീഡിയയിലൂടെ പോകുക, അല്ലേ? ഉറവ എവിടെ തുറക്കുന്ന വിശ്വാസത്തോടെ നില്ല്. നീ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാലും ഇത് നിന്റെ ചാനലിലൂടെ അങ്ങ് കാറ്റിലൂടെ സഞ്ചരിക്കും. വചനത്തിന് അത്ര പവറാണ്.
ഇതിൽ വ്യാപരിക്കുന്ന അഭിഷേകം സാധാരണ അഭിഷേകമല്ല, തേജസ്സിന്റെ അഭിഷേകമാ, വീര്യപ്രവർത്തന അഭിഷേകമാ. അതുകൊണ്ടാ പറഞ്ഞത് അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്. ഹല്ലേലൂയ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ഭൂമിയുടെ ഏത് ഭാഗത്തായിക്കോട്ടെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് എന്നെ വിളിച്ചാൽ അവിടെ ഒരു അത്ഭുതം ചെയ്യും. ഞാനിവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തൃശ്ശൂർ നിൽക്കുന്ന ഒരു സഹോദരൻ ഉച്ചയ്ക്ക് വിളിച്ചു, ആൻ്റണി കേൾക്കട്ടെ. അന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, പാസ്റ്റേ ഞാൻ ഇതാ വിഴാൻ പോണ്. സപ്ലയറാ, ഇപ്പം ആരുമില്ല. ഞാൻ പറഞ്ഞു, പിടിച്ചോ, ഇപ്പം വിഴാൻ പോകുന്നു. ഞാൻ കൈവച്ചോ, തൊട്ടില്ല. ആൻ്റണി ഡൈൻ മേടിക്കാൻ പറഞ്ഞു പോകുന്നു. വാക്കുകൾക്ക് എൻ്റെ വാക്കല്ല, യേശുവിൻ്റെ വാക്ക് എൻ്റെ വാക്കായി മാറുന്നുണ്ട്. ആമേൻ. എൻ്റെ വാക്കല്ല, യേശുവിൻ്റെ വാക്ക്. യേശു പറയുന്ന അതുപോലെ പറ. യേശുവിൻ്റെ നാമത്തിലെടുത്ത് വെട്ടിയാ മുറിയും. അത് മൂർച്ചേറിയ ആയുധമാണ്. യേശുവിൻ്റെ നാമത്തിലെടുത്ത് വെട്ടിയാൽ ചുമ്മാ മുറിയില്ല, എങ്ങനെയെങ്കിലും മുറിയില്ല. ഹല്ലേലൂയ. ദൈവനാമത്തൊന്ന് ഇരുന്ന് ഉപവസിച്ച് നോക്കണം. കത്തിര മൂർച്ച കൂടും. 8 ദിവസമൊക്കെ ഇരുന്ന് ഉപവസിച്ചതേ മൂർച്ച കൂട്ടാനാ, മൂർച്ച കുറയാനല്ല ഞാൻ ഇവിടെ ഇരുന്നത്. ആമേ. മൂർച്ച കൂടെ പിശാചിന്റെ മേൽ തല വെട്ടി ദൈവമക്കൾക്ക് അനുഗ്രഹം കൊടുക്കാനാ, ഒരു കൊള്ള പിടിക്കാനാ. വരും. നീ പറ, തരും. എല്ലാവരും പ്രാർത്ഥിക്കുന്നതല്ല. ഹല്ലേലൂയ. നന്മ ഉള്ളപ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. എനിക്കിഷ്ടം ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം തരുമോ, അവസാനത്തോളൊരു ആത്മീയമായ ബന്ധം കാണും. അല്ലെങ്കിൽ പറയും, പാസ്റ്റർ ഞങ്ങളുടെ പൈസ നോക്കുള്ളപ്പോൾ അടുത്ത് ചേർത്ത് നിർത്തും, ഇല്ലാത്ത അകറ്റും. ഹല്ലേലൂയ. നീ ഇല്ലാത്തപ്പോൾ എൻ്റെ അടുത്ത് വരണം, നല്ലതാ. ഇല്ലാത്തപ്പോഴടുത്ത് വരണം. കാര്യം തരുമോ, അപ്പോൾ പറയും, എന്നെ ചേർത്ത് പിടിച്ച പാസ്റ്റർ. ആരാ ചേർത്ത് പിടി? എൻ്റെ യേശുവാ, എൻ്റെ അപ്പനാ നിന്നെ ചേർത്ത് പിടിക്കുന്ന. കാര്യം എന്താണ്? ഇതൊന്നും പോവത്തില്ല, നിൽക്കും. ആത്മീയയിൽ നമ്മൾ ഒരു മനപ്പെടണം. ഏത് ഭാഗത്തും ദൈവമക്കളെ, ഇന്ന് നമ്മൾ ആത്മീയയിൽ ഒരു അപ്പൻ്റെ മക്കളാണ്. അത് നിങ്ങൾ ആരുമായിക്കോട്ടെ, ഏത് ജാതി മതമായിക്കോട്ടെ, നമ്മൾ ആത്മീയയിൽ ഒരു അപ്പൻ്റെ മക്കളാണെന്ന് ഞാൻ വിളിച്ചു പറയാം. എനിക്ക് അവരെയാ സ്നേഹം, എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പലവരും കണ്ടിട്ടില്ല, പക്ഷേ സ്നേഹം ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഭയങ്കര സന്തോഷിക്കുക. കാര്യം തരുമോ, എനിക്ക് ഒരുപാട് സഹോദരന്മാരെയും തരിക. ഹല്ലേലൂയ. ഒരുപാട്. എന്നാലും നിങ്ങളെൻ്റെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ പറയും, പാസ്റ്റേ ഞങ്ങളെ വെറുക്കുമോ? ഇല്ല, നിങ്ങളെ നല്ല പ്രാർത്ഥന എനിക്ക് വേണം. പാസ്റ്റർ ഇറങ്ങാൻ പോകുന്നത്, ഒരു വലിയ കൊടുങ്കാട്ടിൽ ഇറങ്ങാൻ പോകുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ആമേൻ. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നടക്കണം. ദൈവം എന്നെ എങ്ങനെ വിളിച്ച് വേദരിച്ചോ, ഒരു ജാതി മതത്തിൽ നിന്ന് എന്നെ വിളിച്ച് വേദരിച്ച ദൈവം, ഒരു മതമല്ല, ജാതിമല്ല, എൻ്റെ യേശുവിനെ എനിക്ക് യേശുവിനെ എനിക്ക് ഉയർത്തുവാൻ എൻ്റെ നാവിനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് അനവധി ദൈവപ്രവർത്തിക്കട വരുത്തണം. അതുകൊണ്ട് നിങ്ങളെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മളൊരു കുടുംബത്തിലെ ദൈവമക്കൾ ഒരുമിച്ച ഒരപ്പൻ്റെ ആത്മീയ മക്കളാണ്. അമ്മ പലതുമായിരിക്കാം, അപ്പൻ പലതുമായിരിക്കാം, പക്ഷെ നമുക്ക് ഒരേ ഒരു അപ്പനേ ഉള്ളൂ. അത് സ്വർഗത്തിലെ കർത്താവ് യേശു ക്രിസ്തുവാ. ഒരപ്പൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് കൊള്ള പങ്കിടുമ്പോൾ ഞാൻ പറയുന്നു, നിന്റെ ശരീരത്തിലും എൻ്റെ ശരീരത്തിലുള്ള രക്തത്തിന്റെ കളറ് ചുമപ്പാ. ഞാൻ പിടിച്ചിരിക്കുന്ന മൈക്കിന്റെ കളറായിരിക്കും ചുമപ്പ്. ഹല്ലേലൂയ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. എൻ്റെ രക്തത്തിൻ്റെ കളർ ചുവപ്പാണ്. ചിലപ്പം ഗ്രൂപ്പ് വേറെ ആയിരിക്കും. അതിൻ്റെ കയ്യിരിപ്പുണ്ട് ഗ്രൂപ്പുകൾ മാറണത്. പ്രൈസ് ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. ഗ്രൂപ്പ് നമുക്കില്ല. ഇവിടെ ഒരു ഗ്രൂപ്പുകൾ, ആണും പെടുന്നുള്ള 2 ഗ്രൂപ്പേ ഉള്ളൂ. സ്വർഗം അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. കൊള്ള പങ്കിടുമ്പോൾ ഇതൊന്നും മനസ്സിൽ പാടില്ല. അവിടെ ഇവിടെ അങ്ങനെയൊന്നും പാടില്ല. സന്തോഷം. എങ്ങനത്തെ സന്തോഷമായിരിക്കണം? കൊള്ള പങ്കിടുമ്പോൾ ആനന്ദം പോലെ ആയിരിക്കും, ചാടി മറിയുന്ന ആനന്ദം. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നു. ശമൂലിന് 9 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളില്ല.
രാവിലെ 9 വർഷം കഴിഞ്ഞ സമയത്ത് വൈഫ് പെട്ടെന്ന് ഞാൻ കുളിച്ച് റെഡിയായി ഓഫീസിൽ വരുമ്പോൾ റെഡിയാന്ന് പറയുന്നു, എനിക്ക് വിശേഷമുണ്ട് കേട്ടോ, ഞാൻ അവിടെ നിന്ന് വീഴണമെന്നോ, എന്നെ പിടിക്കാൻ തലയടിച്ച് അവിടെ വീഴുവോ, ഫോണെടുത്താൻ അറിയിക്കാനും പറ്റില്ല, വാക്കുകളുമില്ല. എവിടെയൊക്കെ ആനന്ദം കൊണ്ട് തലയൊക്കെ കറങ്ങിയാണ്. അത് ഭയങ്കര സന്തോഷം. കാര്യം 9 വർഷം കാത്തിരിപ്പിന് ഒരു ഭയങ്കര സന്തോഷം. ഒരു കൊള്ള വരുമ്പോ ദൈവം ആനന്ദമാക്കുന്ന ഒരു സന്തോഷം അബ്രഹാമിന്റെ ജീവിതത്തിന്റെ മേൽ, അബ്രഹാമിനെ സകോൽ അടിച്ചുകൊണ്ടുപോയ നന്മ അബ്രഹാം മുഖാന്തരം പിടിച്ച് തിരിച്ചു പിടിക്കുന്ന വർഷം. അബ്രഹാം പറഞ്ഞു, ഇതിന്റെ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് വന്നു, ഞാൻ ദശാംശം കൊടുക്കും, ദൈവത്തിന് കൊടുക്കും. നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ. കൊടുക്കാൻ ദൈവമക്കൾ എല്ലാവരും അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. അടുത്ത വായിച്ചേ. ദശാംശം കൊടുക്കും. സകലത്തിലും അബ്രഹാം സകലത്തിലും, ഒരു കാര്യത്തിന് മാത്രമല്ല, ഈ വർഷം സകലത്തിലും നിങ്ങൾ ദശാംശം കൊടുക്കണം. സോദോം രാജാവ് അബ്രാമിനോട്, അടുത്ത ശ്രദ്ധ, സോദോം രാജാവ് അബ്രഹാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. അബ്രഹാമിനോട് പറഞ്ഞത് നീ എടുത്തുകൊള്ളുക. അബ്രഹാമിന്റെ സമ്പത്ത് അബ്രഹാം എടുക്കണം. അവിടെ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരുണ്ടല്ലോ, പിടിച്ചുകൊണ്ടുപോയാ സകലവരെ നീ എനിക്ക് തരണം. അബ്രഹാമിനോട് സമ്പത്ത് വെച്ച് സോദോം രാജാവ് പറഞ്ഞു, നീ സമ്പത്ത് എടുത്തോളണം, നീ കൊണ്ടുവന്ന ആൾക്കാർ എല്ലാവരെയും രാജാവിന് തരണം. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ. അതിന് അബ്രഹാം മറുപടി കൊടുത്തത് സോദോം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്തു. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമേ, സോദോം രാജാവ് പറഞ്ഞു, ആമേ, നീ അബ്രഹാമെ സമ്പത്തെടുത്തോ, ആൾക്കാർ എനിക്ക് താ. അപ്പോൾ അബ്രഹാം തിരിച്ചു മറുപടി കൊടുത്തു, ഞാൻ ഒരിക്കലും ഇവിടെ നിന്നും എന്താണ് ഒരു ചരടാകട്ടെ, ഒരു ചരട്, നിസ്സാര ഒരു വള്ളി, അതിനകത്ത് ചെരുപ്പ് വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ ഞാൻ എടുക്കയില്ല. കാര്യമെന്ത് എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നായ കൈ ഉയർത്തി സത്യം ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ, സമ്പന്നനാക്കുന്നത് ഒരു സോദോം രാജാവല്ല, ഒരു വ്യക്തിയല്ല, ഒരു പാസ്റ്ററല്ല, ഒരു വിശ്വാസിയല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ഒരു രാജാവല്ല, മനസ്സിലായിക്കോളണം. നിങ്ങളെ സമ്പന്നനാക്കുന്നത് ഒരു പാസ്റ്ററല്ല, ഒരു വിശ്വാസിയല്ല, ആമേ, ഒരു രാജാവല്ല. അതുകൊണ്ട് പറയുന്നു, സമ്പന്നനാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നിന്നെ സമ്പന്നനാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഈ ലോകത്തിലെ മനുഷ്യർക്ക് ആർക്കും ഒരു വ്യക്തിയെ സമ്പന്നനാക്കാൻ പറ്റത്തില്ല. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊണ്ട് അബ്രഹാം പറഞ്ഞു, ഒരു വാറാകട്ടെ ചരടാകട്ടെ ഞാൻ എടുക്കത്തില്ല. കാര്യം എന്താണ്? എന്നെ സമ്പന്നനാക്കിയത് ദൈവമോ. അബ്രഹാമിന്റെ അനുഗ്രഹം അറിയാം, ഒരു മനുഷ്യൽ നിന്നല്ല, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവമാണ്. നിങ്ങൾ അനുഗ്രഹം വരുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾ അനുഗ്രഹിച്ച ദൈവമാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവം ഒരുവനെയാണ് ഉയർത്തിയത്, ഒരുവനെയാണ് അനുഗ്രഹിച്ചത്. നന്മകളെ തരുമ പറയണം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഭൂമിക്ക് സ്വർഗത്തിന് നാഥനായ എൻ്റെ ദൈവമാണ്. ഈ ലോകത്തിൻ്റെ ഭൗതിക നന്മ കൊണ്ട് സാത്താൻ തന്നെ യേശുവിനെ പരീക്ഷിച്ച് നോക്കിയല്ലേ, ഏറ്റവും ഉയർന്ന മലയെ കൊണ്ടുവച്ച് നിനക്ക് ഇതെല്ലാം തരാം, ഒന്ന് കുമ്പിട്ടാൽ മതി,
എൻ്റെ കർത്താവ് തട്ടിയെറിഞ്ഞു. കാര്യം എന്താണ്? ഈ ലോകത്തിൻ്റെ ഭൗതികത നിൽക്കുന്നു പോകരുത്. 2024 നിങ്ങളെ പലതും കണ്ട് കാണിച്ചിട്ട് പറയും, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, മാടി വിളിക്കും, അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് വിളിക്കോ പറയണം. ഇല്ല, ഈ കാണുന്നതിൽ ഒന്നിനും ഞാൻ പോകത്തില്ല. എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം സ്വർഗത്തിലെ ദൈവമാ, എന്നെ ഉയർത്തുന്നത് സ്വർഗത്തിലെ ദൈവമാ. സമ്പത്ത് യഹോവയിൽ നിന്ന് വരുന്നു. ഈ വർഷം തരുന്ന കൊള്ള മനുഷ്യനല്ല തരുന്നത്, ദൈവമാ തരുന്നത്. നിങ്ങൾക്ക് അത് നിലനിൽക്കുന്ന രീതിയിലാണ് അബ്രഹാം പറഞ്ഞത്. ദശാംശക്കുട്ടി കൊടുക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നിലനിൽക്കും, നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ വർഷത്തിൽ നമുക്ക് നമ്മളെ ഉയർത്തുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് അനുഗ്രഹിപ്പാൻ, ബലപ്പെടുത്തുവാൻ, നന്മകൾ കണ്ട് സന്തോഷിക്കുവാൻ, അനുഗ്രഹത്തെ അനുഗ്രഹമായി തന്നെ കാണണം. ഈ വർഷം ദൈവം തരുന്ന നന്മ ദൈവത്തിന് മഹത്വം. അബ്രഹാം പറഞ്ഞു, 2 കൈ ഉയർത്തുമ്പോൾ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. മഹത്വം കൊടുത്ത് തന്നെ പോകണം. താഴോട്ട് വായിച്ച ഭാഗം കൂടെ, ഞാനൊരു ചരടോ ഇവിടെ നിന്നൊരു ചെരുപ്പ് വാറു എടുക്കത്തില്ല, നിനക്കുള്ളത് ഒന്നും തൊടുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ അത്യുന്നത ദൈവമായ യഹോവയിൽ കൈ ഉയർത്തി സത്യം ചെയ്തു. എന്നാൽ സത്യം ചെയ്തു, അനുഗ്രഹത്തിന് മേൽ സത്യം ചെയ്തു, ദൈവഹിതമില്ലാത്ത ഞാൻ എടുക്കത്തില്ല. ഹല്ലേലൂയ. സങ്കീർത്തനം 4:7 വാക്യത്തിൽ പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ അവർക്കുണ്ടായതിൽ അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആമേൻ. സങ്കീർത്തനം 4:7. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. കാര്യം എന്താണ്? ദൈവമക്കളായി അനുസരിക്കുന്നവർക്ക് അവർക്ക് ഉള്ളതിനെക്കാട്ടി നിങ്ങൾക്കൊരു വർദ്ധിക്കും. അവർക്കില്ലാത്ത സന്തോഷം നിങ്ങൾക്ക് വരും. അതവരെ ധാന്യവും വീഞ്ഞും വർദ്ധിപ്പിക്കുമ്പോൾ അവർക്കുണ്ടായാൽ അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നു നൽകിയിരിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ അധിക സന്തോഷം. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരു സന്തോഷം. അതാ പറഞ്ഞു, ഞാൻ ആനന്ദിക്കും, ഞാൻ ആനന്ദിക്കുന്നു, 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 ആനന്ദിക്കുന്നു. 2023 കുറിച്ച് പറയുമ്പോ സങ്കീർത്തനം 126 വാക്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നവർ കറ്റ ചുമന്ന് ആർപ്പോടെ കൊണ്ടുവരും, ആർപ്പോടെ വരും. കാര്യമെന്താ? 2020 ഉപവസിച്ചു, കരഞ്ഞു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. നിന്റെ കണ്ണുനീരിന്റെ മടങ്ങായി ഒരാർപ്പോടെ കണ്ണുനീരോടെ വിതച്ചതല്ല, ആർപ്പോടെ കൊയ്തെടുക്കുന്ന വർഷം 2024 ഒരു കൊള്ളയാണെന്ന് വിളിച്ചു പറയോ. കരമടിച്ച് ദൈവസഭ സ്വീകരിച്ചോ. നീ കണ്ണുനീരോടെ വിതച്ചത്, നീ മറ്റുള്ളവരുടെ കരഞ്ഞത്, നിന്നെ ഒതുക്കിയെടുത്തല്ല, ഒരു കൊള്ളയായി മാറുന്നുണ്ട്. അല്പസമയം കരമടിച്ച് ഇത് ദൈവം സ്വീകരിച്ചോട്ടെ. നീ കരഞ്ഞ നിലവിളിച്ചതോ ഉപവസിച്ചതോ ആമേ ഒരു കൊള്ളയായി വരുന്നുണ്ട്, ഒരു കൊള്ളയായി വരുന്നുണ്ട്. ആത്മസന്തോഷം. പിടിച്ചെടുത്തോ. കൊള്ള പൊട്ടുന്നു, കൊള്ള പൊട്ടി വരുന്നുണ്ട്. ആനന്ദിപ്പാൻ
ഭൂമിക്ക് വിടുതൽ സംഭവിക്കുന്നു. ചില വസ്തുവിന്റെ മേൽ കച്ചവടം നടക്കുന്നു. ചില വസ്തുവിന്റെ മേൽ നിന്റെ കയ്യിൽ ഒരു വലിയ കൊള്ള നിന്നെ ഇപ്പൊ ഒതുക്കുന്നെടുത്തുന്ന വലിയൊരു കൊള്ള നിന്റെ കയ്യിൽ ദൈവം തരും. ഇപ്പൊ ശൂന്യമാ. ദൈവം പറയുന്നു, മകളെ നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒരു വലിയ കൊള്ള നിന്റെ കൈ വരുന്ന വർഷം പിടിച്ചോ. കൊള്ള നിന്റെ മേൽ വരുന്നുണ്ട്. ഒരു കൊള്ള നിന്റെ മേൽ വരുന്നുണ്ട്. പിടിച്ചെടുത്തോ. ഒരു കൊള്ള എന്റെ ദൈവം നിന്റെ കൈ തരുന്നുണ്ട്. പിടിച്ചോ. ഒരു കൊള്ള നിന്റെ മേൽ വരുന്നുണ്ട്. ഒരു കൊള്ള. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. 2024 കൊള്ള ദൈവം പൊട്ടിച്ചു. ആത്മീയ നിറവ് അനുഭവത്തിൽ കൊണ്ടുപോകും. നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിപ്പിക്കുകയും അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെ ആയിരുന്നു. യെശയ്യാവ് 9:3 ഇവിടെ പൊട്ടിയത്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാറി അടുത്ത ജില്ലയിലോട്ട് പിടിക്കുന്നുണ്ട്. കൊല്ലം ജില്ല പിടിക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട് ജില്ലയെ പിടിക്കുന്നുണ്ട്. ഇത് സ്റ്റേറ്റ് മാറി വൻ രാജ്യങ്ങളിലേക്ക് വീഴുന്നുണ്ട്. ദൈവമക്കളെ, അനുഗ്രഹത്തിന്റെ കൊള്ള ഇന്ന് പൊട്ടിച്ചു. ജനുവരി മാസം മറക്കരുത്, 28-ാം തീയതി. ഈ മാസം അങ്ങോട്ട് തീർന്നില്ല. 28-ാം തീയതി മറക്കരുത്. 2024 28-ാം തീയതി നിന്റെ ജീവിതത്തെ മറക്കാത്ത അനുഗ്രഹത്തിന്റെ കൊള്ള സ്വർഗം പൊട്ടിച്ച് നിന്റെ മേൽ തന്നിട്ടുണ്ട്. വിമർശിക്കുന്നവരാരും കൊണ്ടുപോകത്തില്ല. അവിശ്വാസികൾ ഒന്നും എടുക്കത്തില്ല. ഇരിക്കുന്നവനെ കൊണ്ടുപോകൂ. ആത്മീയൻ നിറയുന്നവനെ കൊണ്ടുപോകൂ. കരയണം, നിലവിളിക്കണം. ഞാൻ പാപം ചെയ്യൂല, ഞാൻ മദ്യപിക്കൂല, പാപം ചെയ്യൂല, ലഹരി ഉപയോഗിക്കൂല, ശമ്പു തൊടത്തില്ല, പാവപ്രവൃത്തി ഒന്നും ചെയ്യൂല. എന്റെ ഫോണ് ശുദ്ധം പോലെ ഞാൻ ശുദ്ധമാകും. എന്റെ ഫോണ് ശുദ്ധമാണെങ്കിൽ ഞാൻ ശുദ്ധമാണ്. ദൈവഹിതമില്ലാത്ത ഒന്നും തൊടത്തില്ല. ദൈവഹിതമില്ലാത്ത ഒന്നും തിന്നൂല. ദൈവഹിതമില്ലാത്ത തൊടത്തില്ല. ഞാൻ ശുദ്ധനാ, അശുദ്ധിയിലല്ല. 2024 ദൈവം പ്രവർത്തിക്കുന്നത് അശുദ്ധിയിലല്ല, വിശുദ്ധിയിലാ. അത് സംഭവിക്കുന്നതിനായി സ്തോത്രം. യെശയ്യാവ് 9:6 പറയുന്നു, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാ ദൈവം, നിത്യപിതാവ്. വചനം പറഞ്ഞ തീഷ്ണയുള്ള ദൈവം. ഒരു തീഷ്ണ, ഒരു തീക്കരൽ അഗ്നി ജ്വാലകളെ കണ്ട് നിന്റെ മേൽ പതിയുന്നു. തേജസ്, ഒരു തേജസിന്റെ വിടുതല സംഭവിക്കാൻ പോകുന്നത്. ഒരു തേജസിന്റെ വിടുതല സംഭവിക്കുന്നത്. അസാധാരണമായ, അസാധാരണം, അസംഭവ്യമായി സംഭവമാകുന്നു. ദൈവമക്കൾക്ക് വരുന്നതിനായ സ്തോത്രം. ഇത് ലോകമെമ്പാടും ഈ ശബ്ദം കേൾക്കുന്ന മന്ന ടിവിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലുടെ അനവധി ലോകമെമ്പാട് കേൾക്കുന്ന ദൈവമക്കൾക്ക്
അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊള്ള വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെ പേരിനാ? അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ, സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓപ്പണാക്കുന്നു. ഓ സ്ഫോടനം പോലെ മാലപ്പടക്കപ്പെട്ട പോലെ സംഭവിക്കുന്നു. വിടുതൽ. നിൽക്കാൻ കഴിയാത്ത ആത്മസാന്നിധ്യം എന്റെ മേൽ വന്ന് വിടുക. നിൽക്കാൻ കഴിയാത്തൊരു ആത്മസാന്നിധ്യം ചില വെളിപ്പാടുകൾ ഞാൻ കാണുന്നു. ഓ ചില പുതപ്പുകൾ, ചില തേരിലേറി വരുന്ന ചില പുതപ്പുകൾ നിന്റെ മേൽ വിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മാത്രം മതി, നീ മാത്രം മതി, എനിക്ക് യേശു മാത്രം മതി, എനിക്ക്. ഓ നീ മാത്രം മതി, യേശു മാത്രം മതി, ഓ യേശു മാത്രം മതി, എനിക്ക് യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. കരങ്ങളെ ഉയർത്തി. നീ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, എനിക്ക്. എല്ലാവരും നിൽക്കുമ്പോൾ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ നല്ല പിതാവേ, അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ചു. കഴിഞ്ഞ ദിവസം ഉപവസിച്ചു, ദൈവസനിൽ കരഞ്ഞു നിലവിളിച്ചും മാറത്തടിച്ചും നെഞ്ചുപൊട്ടിയ അനുഭവങ്ങൾ, തകർന്നു പോയ അനുഭവങ്ങൾ. സഭ നിലവിളിച്ചു ഒരു മനസ്സോടെ ഇരുന്നു. രാത്രിയും പകലും നല്ലാതെ കണ്ണുനീരോടും വേദനയോടെ ഇരുന്നത് തൻ്റെ മക്കൾക്ക് നീ അപ്പം പറഞ്ഞല്ലോ ആത്മീയയിൽ നിറയുവാൻ. യേശുവേ, ഇന്ന് ഈ സഭയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ സകലവർക്കും കൊടുക്കണം. ഇവർ ഏതിലാണോ ഭാരപ്പെടുന്നത്, സാമ്പത്തികത്തിൽ വസ്തുവിന്റെ മേലുണ്ടാകുന്ന വിടുതൽ, വസ്തു വിൽക്കാൻ കഴിയാതെ, വീട് വിൽക്കാൻ കഴിയാതെ, ഒന്നും വാങ്ങാൻ കഴിയാതെ കടത്തിന്റെ കുരുക്കഴിയുന്ന കുരുക്കുകളെ പരിശുദ്ധ പറയുന്നു, ഞാൻ കുരുക്കഴിക്കും. അഴിച്ചാൽ ആര് കെട്ടും? ഒരു ചരട് പോലും ഞാൻ എടുക്കത്തില്ല. അബ്രഹാം പറഞ്ഞു, ഞാനൊരു ചരട് പോലും എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭവനത്തിലെ കെട്ടുകൾ അഴിഞ്ഞു വീഴുന്നുണ്ട്. ഭൂമിയുടെ ശാപങ്ങൾ മാറുന്നു. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. ബലപ്പെടുത്തുന്ന സകലവരെയും ചാനലിലൂടെ കേൾക്കുന്ന യൂട്യൂബിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവമക്കൾക്ക് ഇതൊരു വലിയൊരു അനുഗ്രഹമാകട്ടെ. എൻ്റെ കർത്താവ്, എൻ്റെ നാവിലൂടെ വരുന്ന മെസ്സേജ് സ്വർഗത്തിൽ വൻ വിടുതലുകളും അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ദൈവമേ, ഈ വചനം, കർത്താവിന്റെ വചനം തീ പോലെ വീര്യപ്രവർത്തികൾ സംഭവിക്കുവാൻ, തീഷ്ണത സകലത്തിന്റെ മേൽ ആഞ്ഞടിക്കുന്നതിനായി സ്തോത്രം. നല്ല നല്ല സാക്ഷികൾ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാക്ഷികൾ കേൾക്കുമ്പോൾ ഈ ആലയത്തിൽ വന്ന് തിരുവനന്തപുരം സിറ്റിക്കകത്ത്, തിരുവനന്തപുരം കരളായ ഹൃദയമായ ഭാഗത്ത്, തിരുവനന്തപുരം സിറ്റി ടൗണിനകത്തിരിക്കുന്ന പട്ടത്തിന്റെയും മെഡിക്കൽ കോളേജിന് നടുവിലിരിക്കുന്ന ഷാലോം പ്രയർ ടവർ ദൈവനാമത്തിനായി സാക്ഷിയായി തീരുവാൻ അവർക്കൊരു അവസരം ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ ഒരു അവസരം കൊടുക്കണം. ഇവിടെ വന്ന് ഞാൻ കൊള്ള പങ്കിട്ടെന്ന് ദൈവനാമ മഹത്വം പറയുവാൻ തീരുമാനമെടുക്കത്തക്കവണ്ണം ദൈവമേ, തന്റെ മക്കൾക്ക് അനുഗ്രഹങ്ങളും നന്മകളും ദൈവം വർദ്ധിപ്പിച്ചു കൊടുക്കണം. സന്തോഷം, കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെ ആനന്ദമായി തീരുവാൻ ഇടവരുത്തണമേ. കൊള്ള പങ്കിടുമ്പോൾ ദുഃഖമല്ല, ദൈവത്തിന് കൊടുക്കുമ്പോൾ ദുഃഖമല്ല, ദശാംശം കൊടുക്കുമ്പോൾ ദുഃഖമല്ല, ആനന്ദമായി തീരുവാൻ ആനന്ദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഒരാനന്ദം തന്റെ മക്കളുടെ ഭവനത്തിനകത്ത് വരട്ടെ, അവരുടെ ബിസിനസ് മേഖല വരട്ടെ, അവർ തൊഴിൽ മേഖല വരട്ടെ, അവർ ചെയ്യുന്ന സകല മേഖലയിലും അത് യേശു നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ അഴിയുന്നതിനായി സ്തോത്രം. ഇതിന്റെ മേലൊക്കെ വലിയ വീര്യപ്രവൃത്തികൾ സംഭവിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും ഞാൻ യേശുവിന്റെ നാമത്തിൽ, തന്റെ മക്കൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ മന്ത്രത്തിന്റെ അഭിചാരത്തിന്റെ കെട്ടുകളെ, ശത്രുവിന്റെ പദ്ധതികളെ, ഓ മന്ത്രവാദ കൂടപാത്രം യാത് പാത്രത്തിൽ ചെയ്തു വെച്ചാലും, നീ സ്വർണത്തിലല്ല, ഏത് പാത്രത്തിൽ ചെയ്തു വെച്ചാലും അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിക്കും
അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പറയുന്നു, അതൊന്ന് കത്തിച്ചാമ്പലാവട്ടെ. തന്റെ ജനം കയറി വരട്ടെ, തന്റെ ജനം കയറി വരട്ടെ. വെളിച്ചം കണ്ടവർ, ഓ ഇരുട്ടത്തിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. കൊള്ള പങ്കിടുന്ന ഒരു പകൽക്കാലം ഇന്ന് തുടങ്ങുന്നു. ഈ വർഷം മുഴുവനും അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലവരെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.